السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. صدق الله مولانا العلي العظيم. അനുഗ്രഹീതമായ നമ്മുടെ ഈ വേദിയിൽ ആസനസ്ഥരായിട്ടുള്ള പ്രിയപ്പെട്ട ദക്ഷിണ കന്നഡയിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രഗത്ഭരായ നേതാക്കൾ, പണ്ഡിതന്മാർ, വേദിയിൽ പേരെടുത്ത് പറയേണ്ട ഒട്ടനവധി നേതാക്കൾ തന്നെ ഉള്ളതുകൊണ്ട് മഗ്‌രിബിന് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കേണ്ടതുകൊണ്ടും ഈ സന്ദർഭത്തിൽ നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ ഉള്ള സമയം ഉപയോഗപ്പെടുത്തണമെന്ന ലക്ഷ്യത്തിലും ഞാൻ എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല. സദസ്സിലും ഈ വേദിയിലും ഉള്ള മുഴുവൻ ആളുകളെയും റബ്ബ് തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിലാണ്. ആ മഹാപ്രസ്ഥാനത്തെ നയിച്ച മഹത്തുക്കളായ പണ്ഡിതന്മാർക്ക് പിന്നിൽ അണിനിരന്നുകൊണ്ട് ദീനീ ഖിദ്മത്ത് ചെയ്ത് ഈമാനോടെ മരണപ്പെടാൻ അള്ളാഹു നമുക്കൊക്കെയും തൗഫീഖ് തരുമാറാവട്ടെ. നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫയാക്കി തരുമാറാവട്ടെ. ദോഷങ്ങളൊക്കെ റബ്ബ് പുറത്തു തരുമാറാവട്ടെ. ഞാൻ ആമുഖം ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഞാൻ വരുമ്പോൾ തന്നെ എന്നോട് രണ്ട് കാര്യം പ്രത്യേകമായി സൂചിപ്പിച്ചതിൽ ഒന്ന്, ബഹുമാനപ്പെട്ട നമ്മുടെ വേദിയിലുള്ള വിദ്യാഭ്യാസ ബോർഡിന്റെ മെമ്പറും നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ നമുക്ക് കരുത്ത് പകരുന്ന വ്യക്തിയുമായ കല്ലടുക്കയിലെ ഹാജി ഇസ്മായിൽ സാഹിബിന്റെ ഉമ്മ മരണപ്പെട്ടു പോയി. അള്ളാഹു ആ മഹദിക്ക് മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവെ, അവരുടെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. നമുക്കും അദ്ദേഹത്തിനും ആ ഉമ്മയെ സ്വർഗത്തിൽ കാണുവാൻ തൗഫീക്ക് തരണേ തമ്പുരാനെ. മറ്റൊന്ന്, അബൂബക്കർ ഹാജി സാഹിബ് തന്റെ ഒരു കുട്ടിയുടെ രോഗത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞു. മകളുടെ രോഗത്തെക്കുറിച്ച് പടച്ച തമ്പുരാൻ ആ കുട്ടിയുടെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരി, പടച്ചറപ്പ് സമത്തയുടെ ഹക്ക് കൊണ്ട്, അള്ളാഹുവിന്റെ അമ്പിയ ഔലിയാക്കന്മാരുടെ ഹക്ക് ജാഗ് ബർക്കത്ത് കൊണ്ട് ശിഫാഹിനെ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. 1.5 ദശാബ്ദത്തോളമായി ഇവിടെ വളരെ മനോഹരമായി സുന്നി സന്ദേശം എന്ന ഒരു പത്രിക നമ്മുടെ സമൂഹത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പരിചയപ്പെടുത്തിക്കൊണ്ടും നമ്മുടെ നേതാക്കളെ പരിചയപ്പെടുത്തിക്കൊണ്ടും നമുക്കിടയിൽ വളരെ മനോഹരമായി ദീനീ ദഅവത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായി ഒരു നേട്ടവും ആഗ്രഹിക്കാതെ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാക്കണമെന്ന് ആധുനിക പത്രപ്രവർത്തകരെ പോലെ ചിന്തിക്കാതെ, വളരെ നല്ല രീതിയിൽ സമൂഹത്തിന് ഉപകരിക്കുന്ന തരത്തിൽ കർണാടകയിലുള്ള ചുരുക്കം മലയാളികൾക്കിടയിൽ വളരെ മനോഹരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പത്രം 1.5 ദശാബ്ദത്തോളം പിന്നിട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്രയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ, അതിനുവേണ്ടി ഓടി നടന്നവർ, അവർക്കൊക്കെ പടച്ചറബ് ഖൈർ കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ പടച്ചറബ് നമ്മളോട് പറയും, മിനന്നാശി മൻ യസ്തരി ലഹുവൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസ്വാ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമിനന്നാസ്, ജനങ്ങളിൽ ഒരു വിഭാഗമുണ്ട്, വമിനന്നാസി മൻ യസ്തരി ലഹുവൽ ഹദീസ്, വിനോദ വൃത്താന്തങ്ങൾ വില കൊടുത്തു വാങ്ങുന്നവർ. വെറുതെ ഇങ്ങനെ മാസിക വാങ്ങും, വെറുതെ ഇങ്ങനെ വാരിക വാങ്ങും. എന്തിന്? വിനോദത്തിന് വേണ്ടി, കളിക്കാൻ വേണ്ടി, തമാശയ്ക്ക് വേണ്ടി.
എന്തെങ്കിലുമൊക്കെ കോമഡിക്ക് വേണ്ടി അല്ലെങ്കിൽ നോവൽ വായിക്കാൻ വേണ്ടി അങ്ങനെ വാങ്ങുന്ന ആളുകളുണ്ട്. വമിനന്നാസി മൻ യസ്തരി ലഹുവൽ ഹദീസ്. ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ വിനോദവൃത്താന്തങ്ങൾ, കളിതമാശകൾക്ക് വേണ്ടി, വെറുതെ സമയം പോക്കുന്നതിന് വേണ്ടി ഇത്തരം പത്രികകൾ അടിച്ചിറക്കുന്നവരും അത് വില കൊടുത്ത് വാങ്ങുന്നവരുമുണ്ട്. ലിയുദില്ല അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണത്. പടച്ച റബ്ബിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തെറ്റിപ്പിക്കാനുള്ള വഴിയാണത്. വയത്തഹിദഹാ ഹുസുവാ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പരിഹസിക്കുന്ന മാർഗമാണത്, ദീനിനെ പരിഹസിക്കുന്ന വഴിയാണത്. എന്നിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമിനന്നാസി മൻ യസ്തരി ലഹുവൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസുവാ. ആ വിഭാഗത്തിലുള്ള ശിക്ഷ അദാബും മുഹീനാണ്, അപമാനകരമായ ശിക്ഷ അവർക്ക് പരലോകത്ത് ഒരുക്കി വെച്ചിരിക്കുന്നുവെന്ന് പടച്ചറബ് പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും സമൂഹത്തിന് ഉപകരിക്കുന്ന ഗ്രന്ഥങ്ങളാ കൊടുക്കേണ്ടത്. ദഅവത്തിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമാണ് വരമൊഴി. അഥവാ നമുക്കെന്തെങ്കിലും എഴുതി അറിയിക്കാൻ, നമ്മുടെ വിഷയങ്ങൾ സമൂഹത്തിലെത്തിക്കാൻ. ഇപ്പൊ തന്നെ സുപ്രഭാതം പത്രം നമ്മൾ തുടങ്ങിയപ്പോ ആ മലയാളക്കരയിൽ സുപ്രഭാത പത്രത്തിന് എത്രമാത്രം പ്രാധാന്യമാണുള്ളത്, എന്തുമാത്രം മനോഹരമായിട്ടാണ് ജനങ്ങൾ അതിനെ സ്വീകരിക്കുന്നത്. ആ ഒരു സമീപനം ശരിക്കും നമ്മൾ മനസ്സിലാക്കുമ്പോൾ വായിക്കാൻ താല്പര്യമുള്ള നല്ലൊരു സമൂഹം നമുക്കിടയിലുണ്ട്. ആ വായനാ തൽപരത മുൻനിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് നല്ലത് വായിക്കാൻ കൊടുക്കാൻ, പ്രത്യേകിച്ച് നമ്മളൊക്കെ പരിശുദ്ധ ഖുർആന്റെ വക്താക്കളാ. അള്ളാഹു പരിശുദ്ധ ഖുർആന്റെ തുടക്കത്തിൽ തന്നെ ഉപയോഗിച്ച പദം ഇഖ്റ, നിങ്ങൾ വായിക്കണമെന്നാണ്. അങ്ങനെ പറഞ്ഞൊരു മതവും ദുനിയാവിലില്ല. അള്ളാഹുവിന്റെ ദുനിയാവിൽ ഈ ഒരു മതം മാത്രമേ അങ്ങനെ പറഞ്ഞുള്ളൂ. നിങ്ങൾ വായിക്കുക, വായിക്കുക, പഠിക്കുക, കൂടുതൽ കൂടുതൽ അറിവ് നേടുക. നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ച എത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്. നമുക്ക് ദൈനംദിനമായി എന്തൊക്കെ കാര്യങ്ങൾ അറിയാനുണ്ട്. അതുപോലെ നമ്മുടെ നേതാക്കളുടെ സ്വഭാവം, അതുപോലെ തന്നെ സമത്വയുടെ ചരിത്രം, ഇതൊക്കെ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന വലിയ ഒരു ദൗത്യമാണ്. ശരിക്ക് കണ്ടോ, കോയക്കുട്ടി ഉസ്താദിനെ കുറിച്ച് ദീർഘമായ ലേഖനമുണ്ട്. ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ചും പൂർവിക നേതാക്കളെ കുറിച്ചുമൊക്കെ പഠിപ്പിച്ച ഒരു മനോഹരമായ വാരികയാണിത്. അതുകൊണ്ട് മനോഹരമായ മാസിക. ഈ സുന്നി സന്ദേശം എന്ന് പറയുന്നത് സത്യത്തിൽ ഇസ്ലാമിന്റെ സന്ദേശമാണ്, അത് ദീനിന്റെ സന്ദേശമാണ്, അത് ദഅവത്തിന്റെ സന്ദേശമാണ്. അള്ളാഹു ആ പത്രികയെ ഇനിയും ഉയരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുമാറാവട്ടെ. അതിന് ഖിദ്മത്ത് ചെയ്യുന്നവർക്കൊക്കെ പടച്ച റബ്ബ് തുല്യ പ്രതിഫലം രണ്ടു വീട്ടിലും നൽകുമാറാവട്ടെ. അള്ളാഹുവേ, ഇത് വാങ്ങുന്നവർക്കും ഇത് പ്രസിദ്ധീകരിക്കുന്നവർക്കും ഇതിന്റെ കൂടെ നിൽക്കുന്നവർക്കും എഴുതുന്നവർക്കുമൊക്കെ നിന്റെ ദീൻ പ്രചരിപ്പിച്ചതിന്റെ മഹത്തായ പ്രതിഫലം രണ്ടു വീട്ടിലും നീ നൽകണേ തമ്പുരാനെ. ഞാൻ ആ ഭാഗം അവസാനിപ്പിച്ചുകൊണ്ട് എന്റെ വിഷയത്തിലേക്ക് വരികയാണ്. 14 കൊല്ലമൊക്കെ ഒരു പത്രം ഇങ്ങനെ മുടങ്ങാതെ കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ വലിയ പ്രയാസമാണ്. പത്രപ്രവർത്തന രംഗത്ത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ലേഖനങ്ങൾ സമയത്ത് കിട്ടണം, ആകർഷകമായി ലേ ഔട്ട് ചെയ്യണം, അത് കാലികമായിരിക്കണം, തെറ്റുകൾ വരാൻ പാടില്ല. ഇതൊക്കെ നോക്കിക്കൊണ്ട് ഇത്തരം ഒരു സംഗതി ചെയ്യുമ്പോൾ വലിയ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും. എന്നിരുന്നാൽ കൂടി ആ ദൗത്യം ക്രമത്തിലും കൃത്യമായി നിർവഹിച്ച ഇതിന്റെ നേതൃത്വത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഇതുകൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നേർപാത പ്രചരിപ്പിക്കൽ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ശരിയായ പാത സമൂഹത്തിന് എത്തിച്ചു കൊടുക്കൽ. അതാണ് നമ്മൾ നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ദൗത്യം. ഇവിടെ നമ്മൾ അനുസ്മരിക്കുന്നത് സമത്വ കേരള ജംഇയ്യത്തുലമയുടെ മഹാപണ്ഡിതനായിരുന്ന ഈയിടെ മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട ശൈഖുന കോയക്കുട്ടി ഉസ്താദിനെ കുറിച്ചാണ് ഒന്ന്. അതുപോലെ തന്നെ മഹാനായ ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ചാണ് ഒന്ന്. ആ മഹത്തുക്കളെയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. മഹാനായ കോയക്കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന വ്യക്തിത്വം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു സേവന സാധാരണക്കാരനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലായിരുന്നു. നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിരിക്കും, ജീവിതത്തിൽ ഒരിക്കലും കടം വാങ്ങാത്ത മനുഷ്യൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരാളോടും ബഹുമാനപ്പെട്ട ഒരു കടം വാങ്ങിയിട്ടില്ല. കടമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കെ ഒരിക്കൽ മദീനത്തപ്പള്ളിയിൽ ഊത്തിയ ബിജനാസത്തിൻ, ഒരു മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആ മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ മയ്യത്ത് വെച്ചുകൊണ്ട് പുണ്യ സ്വഹാബത്ത് നിസ്കരിക്കാൻ വേണ്ടി പരിശുദ്ധ ഹബീബിനെ ക്ഷണിച്ചു. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതര് പറഞ്ഞു, അയാൾക്ക് കടമുണ്ടോ എന്ന് നോക്കണം. അയാൾക്ക് കടമുണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ കടമുണ്ടെന്ന് ബോധ്യപ്പെട്ടു. വീട്ടാൻ വല്ല മാർഗവുമുണ്ടോ എന്ന് ചോദിച്ചു. നബി തങ്ങൾ ഇല്ലെന്ന് അവർ പറഞ്ഞു. തിരുദൂതർ പറഞ്ഞു, സൊല്ലു അലാ സാഹിബിക്കും, നിങ്ങളുടെ കൂട്ടുകാരന്റെ പേരിൽ നിങ്ങൾ തന്നെ നിസ്കരിച്ചു കൊള്ളുക, ഞാനില്ല. കടം അത് ബാക്കി വെച്ചുകൊണ്ട് ഒരാളുടെ മേൽ നിസ്കരിച്ചിട്ട് ഫലമില്ല. ഇത് പരിശുദ്ധ തിരുദൂതരംഗ പറഞ്ഞപ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. പഠിച്ചവനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ നിസ്കരിച്ചിട്ടെന്താ ഫലം?
അപ്പോഴാണ് അവർ പരിശുദ്ധ ഹബീബിനോട് പറഞ്ഞു, നബി എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, കടമൊരാൾ ഏറ്റെടുക്കണം. മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അലയ്യ ദൈനുഹു അലയ്യ ദൈനുഹു, നബിയെ അവന്റെ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു നബിയെ, ആ മനുഷ്യന്റെ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു നബിയെ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ മേൽ നിസ്കരിക്കാൻ വേണ്ടി നബി തങ്ങൾ കടന്നു വന്നു. ഷഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ആ ഹദീസിന്റെ പശ്ചാത്തലത്തിലോ അല്ലെങ്കിൽ കടത്തിന്റെ ഗൗരവം കൊണ്ടായിരിക്കാം ഒരിക്കൽ പോലും അദ്ദേഹം കടം വാങ്ങിയിട്ടില്ല എന്ന് പറയുക മാത്രമല്ല, അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞതും പത്രത്തിൽ എഴുതിയതുമായ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഒരു ദിവസം അദ്ദേഹം കൊടിഞ്ഞിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. കൊടിഞ്ഞിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ വീട്ടിലേക്ക് പോകും. എല്ലാ വ്യാഴാഴ്ചയും വീട്ടിൽ അദ്ദേഹം 1000 രൂപ കൊടുക്കും. 1000 രൂപ വീട്ടിൽ കൊടുക്കുന്ന വീട്ടു ചെലവിനാ. പിന്നെ പിറ്റത്തെ ആഴ്ച ചെല്ലുമ്പോഴേ കൊടുക്കൂ, കുറെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് ആ ആഴ്ച അദ്ദേഹം പോകുമ്പോൾ 1000 രൂപ കൊടുക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ല. 1000 രൂപ വീട്ടിൽ കൊടുക്കണം, പക്ഷെ പണമില്ല. സത്യത്തിൽ അന്ന് അദ്ദേഹം പറയുന്നു, പള്ളിയിലെ കുട്ടികളുടെ ഫണ്ടിൽ പണമുണ്ട്, ദർസിലെ മുതഅല്ലിമീങ്ങൾക്കൊരു ഫണ്ടുണ്ട്, അവിടെ ആ ഫണ്ട് സുന്ദൂക്ക്, അതിൽ പണമുണ്ട്. പക്ഷെ അതിൽ നിന്ന് കടമെടുത്താൽ അത് തിരിച്ചടുത്ത ആഴ്ച വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ശമ്പളം കിട്ടുമ്പോൾ അതിലേക്ക് പൈസ ബാക്കി വെച്ചാൽ മതി. പക്ഷെ ഉസ്താദ് തീരുമാനിച്ചു കടം വാങ്ങണ്ട. വീട്ടിൽ കൊടുത്തില്ലെങ്കിൽ പോലും കടം വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കടക്കാരനാവണ്ട. അതിലേക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ശമ്പളം കിട്ടുന്ന ദിവസം വരണ്ടേ. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ലെങ്കിലും അദ്ദേഹം തീരുമാനിച്ചു കടം വാങ്ങണ്ട. എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ കേൾക്കണം, പഠിക്കണം. മഹാനായ കോയക്കുട്ടി ഉസ്താദ് മനസ്സുകൊണ്ട് വിഷമിച്ചു, പഠിച്ചോനെ കടം വാങ്ങേണ്ട ശരി തന്നെ, പക്ഷെ ഇക്കാലം അത്രയും ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ചു പോരുന്ന സമയത്ത് 1000 രൂപ കൊടുത്തിട്ടേ പോന്നിട്ടുള്ളൂ. ഇന്നിപ്പോ എനിക്കതിന് കഴിയില്ലല്ലോ റബ്ബേ എന്ന് മനസ്സ് കരുതി. അള്ളാഹുവേ, നീ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കിക്കൊണ്ടാ. ഞാൻ എല്ലാ ആഴ്ചയും എന്റെ വീട്ടിൽ 100 രൂപ കൊടുത്തിട്ടാ പോരാറുള്ളത്. ഈ ആഴ്ച അത് കൊടുക്കാൻ എനിക്ക് കഴിയാതെ വന്നിരിക്കുന്നു, അതുകൊണ്ടൊരു വഴി നീ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് ബിസ്മി ചൊല്ലി പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുക. വ്യാഴാഴ്ച പള്ളിയിൽ നിന്ന് ഉസ്താദ് പോകാൻ നിൽക്കുന്ന സമയത്ത് മമ്പുറസ് സിയാറത്തിന് വന്നിരുന്നു ഒരു ടീം. കൊല്ലം ജില്ലയിലുള്ളവരാ. കൊല്ലം ജില്ലയിലുള്ള ഉസ്താദ് കോയക്കുട്ടി ഉസ്താദിന്റെ ശിഷ്യനാണ്. അദ്ദേഹം ജോലി ചെയ്യുന്ന ആ മഹലിൽ നിന്ന് കുറച്ച് ആളുകളെയും കൊണ്ട് കൊല്ലത്ത് നിന്ന് മഹാനായ വലിയുല്ലാഹി മൗലദ്ദവീല ഖുതുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ മക്കാമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മക്കാമ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നതാ. ആ മക്കാമ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നപ്പോ ഇദ്ദേഹം തീരുമാനിച്ചു, എന്റെ ഉസ്താദാണല്ലോ കൊടിഞ്ഞിയിൽ, മമ്പുറത്ത് നിന്ന് കൊടിഞ്ഞിയിലേക്ക് കുറഞ്ഞ ദൂരേ ഉള്ളൂ, അതോട് കൊടിഞ്ഞിയിലൊന്ന് പോയി ഉസ്താദിനെ കാണാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം പോകാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ സിയാറത്തിന് വന്നവരൊക്കെ നിങ്ങളെ ഉസ്താദിനല്ലേ, ഞങ്ങൾ വന്ന് കാണാം, മഹാനായ പണ്ഡിതനാണല്ലോ. അങ്ങനെ എല്ലാവരും കൂടി കൊടിഞ്ഞിയിൽ വന്ന് കോയക്കുട്ടി ഉസ്താദിനെ കാണാൻ നിൽക്കുക, കോയക്കുട്ടി ഉസ്താദ് പോവാൻ നിൽക്കുക. എല്ലാവരും വന്നപ്പോൾ കോയക്കുട്ടി ഉസ്താദ് വന്നു. നിങ്ങൾ എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ ഒന്നുമില്ല, ഉസ്താദിനെ കണ്ടൊന്ന് ദ്വാരപ്പിക്കാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദിനും സന്തോഷം. എന്നായിരിക്കി, ഞാൻ ഏതായാലും എന്റെ വീട്ടിൽ പോവുകയാണ്, ദ്വാരന്നിട്ട് ഞാൻ പോയിക്കോളാം, നിങ്ങൾ വന്നതിന് സന്തോഷമുണ്ട്. തന്റെ പഴയ ശിഷ്യനോട് വിഷയങ്ങളൊക്കെ ചോദിച്ച് അവരിരുത്തി അവർക്ക് നല്ലൊരു ദ്വാ നടത്തി കൊടുത്തു. ദ്വാ കഴിഞ്ഞ് പിരിഞ്ഞപ്പോ ആ ഉസ്താദ് തന്റെ ഉസ്താദായ കോയക്കുട്ടി ഉസ്താദിന് എന്തോ ഒന്ന് കൈമടക്കി. ഇത് കണ്ടപ്പോ കൂടെയുള്ളവർക്കൊക്കെ തോന്നുമല്ലോ, അല്ലെങ്കിൽ ഒരു പണ്ഡിതന് നമ്മൾ എന്തെങ്കിലും ഒരു 10 രൂപ കൊടുക്കുകയോ ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് നമ്മൾ 10 രൂപ കൊടുക്കുകയോ ചെയ്താൽ അതിൽ തീർച്ചയായും ഒരു ബറക്കത്തുണ്ട് എന്ന് ഉമറാക്കളൊക്കെ പഠിച്ചിട്ടുണ്ട്. വാങ്ങുന്ന നമ്മൾ മനസ്സിലാക്കാൻ ഒരു കാര്യം, ഇപ്പൊ എന്നെ ഒരാൾ 10 രൂപ തന്നു, അല്ലെങ്കിൽ എന്നെ ഒരാൾ സഹായിച്ചു, അത് ഞാൻ കൈനീട്ടി വാങ്ങുമ്പോ ഇമാം ഷഹറാനി റളിയല്ലാഹു തആല പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളിൽ ദീൻ ഉണ്ട് എന്നും നമ്മൾ ദീൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഇഖ്ലാസ് ഉണ്ട് എന്നും മനസ്സിലാക്കിയിട്ടാ തരുന്നത്. ആ ഇഖ്ലാസ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ പരലോകത്ത് ഈ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും. നമ്മൾ പരലോകത്ത് വരുമ്പോൾ ഈ തന്ന ആൾക്ക് ഈ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇമാം ഷഹറാനി തങ്ങളെ വാക്കാ, ഭയപ്പെടണം. നമ്മൾ ദീൻ ഉള്ളവരാണെന്നും ദീൻ നടത്തുന്നവരാണെന്നും ഇഖ്ലാസ് നമ്മുടെ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാ തരുന്നത്. അതുകൂടി ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു. നമുക്കൊക്കെ പലരും പല സഹായങ്ങളും ചെയ്യാറുണ്ട്, നമ്മൾ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ടത് വാങ്ങാറുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ ആ തരുന്നതിൽ ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ. അവർ നമ്മളെ ഏൽപ്പിച്ചതനുസരിച്ച് ദീനിന് പ്രവർത്തിക്കാൻ റബ്ബ് നമുക്ക് ഇഖ്ലാസും കഴിവും തരുമാറാവട്ടെ. ഞാൻ സാന്ദർഭികമായി പ്രാർത്ഥിച്ചു പോവുകയാണ്. സാമ്പത്തിക രംഗം വളരെ സൂക്ഷിക്കേണ്ടതാ. അങ്ങനെ കോയക്കുട്ടി ഉസ്താദിന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ, കോയക്കുട്ടി ഉസ്താദിന്റെ ശിഷ്യന്റെ കൂടെ വന്ന ഉമറാക്കളൊക്കെ ഉസ്താദിന് കൈമടക്കി. ഉസ്താദ് പറയുന്നു, അവര് പിരിഞ്ഞുപോയി. ഞാൻ പോകാൻ വേണ്ടി പള്ളിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ പോയിട്ട് ഇത് നോക്കുമ്പോൾ കൃത്യം 1000 രൂപ എല്ലാവരും കൂടി തന്ന് കൂട്ടുമ്പോൾ 1000 രൂപ 1000 രൂപയാണ് എല്ലാ ആഴ്ചയും വീട്ടിൽ കൊടുക്കാറുള്ളത്. അത് പടച്ച റബ്ബ് നേരം കിട്ട് എത്തിച്ചു കൊടുത്തു. കോയക്കുട്ടി ഉസ്താദ് പറയാണ്. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചിരിക്കുമായിരുന്നു.
എനിക്ക് പണത്തിന് ആവശ്യമുള്ളപ്പോൾ പടച്ചറബ് എത്തിച്ചു തന്നു. നോക്ക് നിങ്ങൾ, അതാണ് ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഒന്നും അദ്ദേഹം സമ്പാദിക്കാൻ ആഗ്രഹിച്ചില്ല. അദ്ദേഹത്തിന്റെ വീട് പോയി നോക്കൂ, ഒന്ന് പുതുക്കണമെന്ന് മക്കൾ പറഞ്ഞപ്പോൾ അതിന് പോലും അദ്ദേഹം നിന്നില്ല. ആ പഴയ കൊച്ചു കുടിലിൽ തന്നെ അദ്ദേഹം ജീവിച്ചു. കൂടുതലൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കോഴിക്കോട് ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടൊരു സംഭവം. ഞാൻ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പറയാമോ എന്ന് എനിക്കറിയില്ലെങ്കിൽ ഞാൻ പറയട്ടെ. ഇവിടെ ഇസ്മായിൽ ഹജി, അബൂക്കർ ഹജി ഇരിപ്പുണ്ട്. ഒരു പരിപാടിക്ക് ഇവിടെ അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടി, ബഹുമാനപ്പെട്ട കോഴിക്കോട് ഉസ്താദിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ ബന്ധപ്പെട്ടു. അങ്ങനെ കോഴിക്കോട് ഉസ്താദ് ഇവിടെ വന്നു. കോഴിക്കോട് ഉസ്താദ് ആ പരിപാടിയിൽ പ്രസംഗിച്ചു. അങ്ങനെ കോഴിക്കോട് ആ പരിപാടി ദ്വാരന്ന് പോയി. പിന്നെ എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഇസ്മായിൽ ഹാജി നേരത്തെ അദ്ദേഹത്തെ ചെന്ന് കാണുകയും വരാനുള്ള ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, അവർ അദ്ദേഹത്തിന് ഒരു പാരിതോഷികം കൊടുത്തു, ഒരു തുക. എന്നോട് സത്യമായും കോഴിക്കോട് ഉസ്താദ് പറഞ്ഞു, അവരെനിക്കൊരു സംഖ്യ തന്നു. എന്റെ ജീവിതത്തിൽ ആരും എനിക്ക് അത്ര വലിയ സംഖ്യ തന്നിട്ടില്ല. അത് എനിക്ക് തന്നെ തന്നതാണോ അതോ പിഴച്ചതാണോ എന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല ഉസ്താദെ, അത് ഉസ്താദിന് സന്തോഷത്തിൽ തന്നതാണെന്ന് എനിക്കറിയാം. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് അത് സ്വീകരിക്കണം എന്ന്. വാപ്പ എന്നോട് ചോദിച്ചത് ഉറപ്പാണോ? ഞാൻ പറഞ്ഞു അത് ഉറപ്പാണ്, എനിക്കറിയാം. ഇസ്മായിൽ ഹാജി എന്നോട് സംസാരിച്ചിരുന്നു, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുമ്പോ അദ്ദേഹത്തിന്റെ ആ ഇഖ്ലാസ് നോക്കണം നിങ്ങൾ എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം, ഒരു പണ്ഡിതൻ അത്ര വലിയ സൂക്ഷ്മത ജീവിതത്തിൽ പുലർത്തുമ്പോൾ അതിന്റെ പ്രത്യേകത എത്രയാ? അള്ളാഹു ആ മഹാന് മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. ഞാനത് സാന്ദർഭികമായി സൂചിപ്പിച്ചത് മാത്രം. അദ്ദേഹം ചെറുപ്പത്തിലേ പട്ടിണി പോലെ കിടന്ന് പഠിച്ചതാ. അദ്ദേഹം കണ്ണിയത്ത് ഉസ്താദിന്റെ ദർസിൽ പോയ സംഭവം നിങ്ങൾ വായിച്ചിരിക്കും. മഹാനായ റഈസുൽ മുഹഖിഖീൻ പൊന്നാനിയിൽ ദർസ് നടത്തുന്നു കേട്ടപ്പോ കണ്ണിയത്ത് ഉസ്താദിന്റെ ദർസിൽ ചേരുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ടവർ പോയി. അങ്ങനെ റഈസുൽ മുഹഖിഖീന്റെ ദർസിൽ അദ്ദേഹം ചെന്ന് അന്ന് നോക്കുമ്പോൾ 70-ൽ പരം വലിയ കുട്ടികൾ അവിടെ ഉണ്ട്. 70-ൽ പരം വലിയ കുട്ടികൾ, കുറച്ച് ചെറിയ മുത്താലിമ്യങ്ങൾ കൂടി 100-125 മുത്താലിമ്യങ്ങളുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, നീ എവിടുന്നാ വരുന്നത്? ഞാനിങ്ങനെ ആനക്കരന്നാ വരുന്നത്. എന്താ നിന്റെ പേര്? കോയക്കുട്ടി. അപ്പൊ കണ്ണിയത്ത് ഉസ്താദ് എപ്പോഴും തമാശ പറയും, കോയക്കുട്ടി എന്നൊരു പേരുണ്ടടാന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. ആർക്കാ അങ്ങനെ പേരുള്ളതെന്ന് ചോദിച്ചു. ബുഖാറിയിലെ കോയക്കുട്ടി തങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ ശരിയാണ്, നീ മിടുക്കനാണെന്ന് പറഞ്ഞു. എന്താ നിന്റെ പേര്? ആനക്കര, നിന്റെ നാട് ആനക്കര, അവിടെ ആനുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, അവിടെ പഴയ നമ്പൂതിരിമാരുടെ മഠണ്ട്, അവിടെ ആനയും ഉണ്ട് എന്ന് പറഞ്ഞു. വലിയ സന്തോഷമായി. കാരണം കണ്ണിയത്ത് ഉസ്താദിന്റെ ചോദ്യം അങ്ങനെ, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. എനിക്ക് ഉസ്താദിന്റെ ദർസിൽ ഓതണം. അപ്പൊ കണ്ണിയത്ത് ഉസ്താദ് ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് പറഞ്ഞു, ദർസിലൊക്കെ നിനക്ക് ഓതാ, പക്ഷെ കുട്ടികളൊക്കെ മുഴുവനായിട്ടുണ്ട്, എല്ലാ വീട്ടിലും ചെലവായിട്ടുണ്ട്, ഇനി നിനക്ക് ചെലവൊന്നും കിട്ടൂല. ചെലവിനുള്ള വക നീ ഉണ്ടാക്കുകയാണെങ്കിൽ നിനക്ക് ഓതാ, ഇല്ലെങ്കിൽ വീട്ടിൽ ചെലവിന് പോകാൻ പറ്റൂല. പക്ഷെ കണ്ണിയത്ത് ഉസ്താദിന്റെ ദർസായതുകൊണ്ട്, കണ്ണിയത്ത് ഉസ്താദിന്റെ ദർസിൽ പഠിക്കണമെന്ന് ദൃഢനിശ്ചയമുള്ളത് കൊണ്ട് കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞു, എനിക്ക് ഭക്ഷണമില്ലെങ്കിൽ ഞാൻ പഠിക്കാം, ഞാൻ ഈ ദർസിൽ ഓതാൻ വന്നതാണ്. കോയക്കുട്ടി ഉസ്താദ് പറയുന്നു, എന്റെ കയ്യിൽ അന്ന് 1 രൂപയാണുള്ളത്. 1 രൂപ എന്ന് പറഞ്ഞാൽ അന്നത്തെ 16 അണ. 16 അണയാണ് എന്റെ കയ്യിലുള്ളത്. ഈ 16 അണ വെച്ച് ഞാൻ ആ പള്ളിയിൽ ചേർന്നു. എന്ന് മാത്രമല്ല, ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ആ പള്ളിയുടെ തൊട്ടപ്പുറത്ത് കഞ്ഞി വെച്ച് കൊടുക്കുന്ന ഒരു കടയുണ്ട്. അവിടെ നല്ല കഞ്ഞി കിട്ടും. ആ കഞ്ഞിക്ക് പൈസ കൊടുത്ത് ഒരു ദിവസത്തിൽ 1 നേരം കഞ്ഞി കുടിക്കും. ദിവസത്തിൽ 1 നേരം കഞ്ഞി കുടിച്ചിട്ടാണ് ബഹുമാനപ്പെട്ടവർ അവിടെ ഓതിയത്. ഈ 16 അണ തീരുന്നവരെ കഞ്ഞി കുടിച്ചു. പിന്നെ ഒരു മാർഗമല്ല. നേരത്തെ വീട്ടിൽ പോകുമ്പോൾ പണമില്ലെന്ന് പറഞ്ഞ പോലെ കൈമലർത്തുമ്പോ അള്ളാഹുവേ നീ സഹായിക്കണേ എന്ന് ദുആ ചെയ്തപ്പോ ആ പള്ളിയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഉള്ളൊരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ട്, ബേക്കറി. ആ ബേക്കറിയിലേക്ക് ആരോ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, അസറിന്റെ ശേഷം വന്ന് മങ്കൂസ് മൗലിദും ബദർ ബെയ്ത്തും ഓതി തന്നാൽ പൊട്ട് ബിസ്ക്കറ്റുകളും ഒരു ചായയും വയറ് നിറച്ച് കിട്ടും, പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും കൈമടക്കം കിട്ടും. അത് വലിയ സന്തോഷമായി. അങ്ങനെ എന്നും അസറിന്റെ ശേഷം നിന്ന് മങ്കൂസ് മൗലിദ് ഓതും, ബദർ ബെയ്ത്തും ഓതും, പൊട്ട് ബിസ്ക്കറ്റ് ധാരാളം കിട്ടും, ചായയും കിട്ടും, വയറ് നിറച്ച് കഴിക്കും. അങ്ങനെ കഴിച്ചുകൊണ്ട് പള്ളി ദർസിൽ ഓതി പഠിച്ചു എന്നാണ് കോയക്കുട്ടി ഉസ്താദ് പറയുന്നത്. 2 കൊല്ലം കണ്ണിയത്ത് ഉസ്താദിന്റെ ദർസിൽ പഠിക്കുമ്പോഴുള്ള ഭക്ഷണം അതാ. അങ്ങനെയാണ് അദ്ദേഹം അവിടുന്ന് പഠിച്ചിട്ട് കണ്ണിയത്ത് ഉസ്താദ് മാറിയപ്പോ പിന്നെ ഓക്കെ ഉസ്താദിന്റെ ഒതുക്കിങ്ങല ദർസിൽ പോയത്. ഓക്കെ സൈനുദ്ദീൻ കുട്ടി ഉസ്താദ് ദർസിൽ പഠിക്കുന്ന സമയത്താണ് ബാക്കിയാത്തിൽ പോകാൻ തീരുമാനിക്കുമ്പോൾ ഓക്കെ ഉസ്താദ് പറയുന്നത്, നീ ഇപ്പൊ ബാക്കിയാത്തിലൊന്നും പോകണ്ട. അദ്ദേഹത്തിന് ഒതുക്കിങ്ങൾ തന്നെ ഒരു സ്ഥലത്ത് ജോലിയാക്കി കൊടുത്തു. വളരെ ചെറുപ്പത്തിൽ അവിടെ ഖുത്ബ ഓതി അദ്ദേഹം ആ ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അങ്ങോട്ട് പോകുമ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞിരുന്നു അത്രേ, നീ പൊയ്ക്കടാ, നീ എത്ര ചെറുപ്പമാണെങ്കിലും അള്ളാഹു നിന്നെ അയ്ബാക്കൂല. അതിനുശേഷമാണ് അദ്ദേഹം അവിടെ പോയി ജുമഅക്ക് നേതൃത്വം കൊടുത്തു, അവിടെ സ്വലാത്തിന് നേതൃത്വം കൊടുത്തു. പിന്നീട് അദ്ദേഹം അവിടുന്ന് ലീവ് എടുത്ത് വെല്ലൂരിൽ പോയി ഇൽമ പഠിച്ച് തിരിച്ചു വന്നു. അങ്ങനെയാണ് അദ്ദേഹം വലിയ ഒരു മുദരിസായി പിന്നീട് അറിയപ്പെട്ടത്. ഈ മഹാന്റെ ജീവചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും.
വളരെയധികം പരത്തി പറയാൻ സമയമില്ലെങ്കിലും വളരെ ചുരുക്കി ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഴിവുകൾ എന്ന് പറയുമ്പോൾ ഒരൊറ്റ അത്ഭുതം ഞാൻ പറഞ്ഞുതരാം. ആ അത്ഭുതം അദ്ദേഹത്തിന് ഉണ്ടാകാൻ ചില കാരണങ്ങളുണ്ട്. ഒന്ന്, പുതിയാപ്പിള അബ്ദുറഹിമാൻ മുസ്ലിയാരുടെ കയ്യിൽ നിന്ന് ഫാത്തിഹയുടെയും ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ദിക്റിന്റെയും ഇജാസത്ത് അദ്ദേഹം വാങ്ങിയിരുന്നു. ഈ ഇജാസത്ത് അദ്ദേഹത്തിന് ഒരുപാട് ഫലപ്പെട്ടിട്ടുണ്ട്, ചരിത്രം പറയുന്നുണ്ട്. കോയക്കുട്ടി സാഹുമായി ബന്ധപ്പെട്ട ആളുകൾക്കറിയാം. അതുപോലെ തന്നെ ചാപ്പനങ്ങാടി ബാപ്പുസ്ലിയുടെ കയ്യിൽ നിന്നും അസ്മാഉൽ ഹുസ്നയുടെ ഇജാസത്തും നക്ഷബന്ദി ത്വരീഖത്തും അദ്ദേഹം സ്വീകരിച്ചിരുന്നു. അസ്മാഉൽ ഹുസ്നയുടെ ഇജാസത്തും നക്ഷബന്ദി ത്വരീഖത്തും. കക്കിടിപ്പുറം ഉസ്താദിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം റിഫായി ത്വരീഖത്തും ദലായിലുൽ ഖൈറാത്തിന്റെ ഇജാസത്തും വാങ്ങിയിരുന്നു. ഇതൊക്കെ വലിയ ഗൗരവമല്ലേ? ബുഖാറയിലെ ഹിബത്തുല്ലാ തങ്ങൾ അദ്ദേഹത്തിന് സൊമ്മിന്റെ അഥവാ വിഷം ഇറക്കാനുള്ള ഒരു ഇജാസത്ത് കൊടുത്തിരുന്നു. ഒരു വലിയ വിഷസംഹാരി എന്ന് പറഞ്ഞാൽ വിഷമിറക്കാൻ ഇത്ര കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം, ചരിത്രം പറയുന്നുണ്ട്. മാത്രമല്ല ഹാമിദ് കോയമത്തങ്ങൾ, സമത്തയുടെ പ്രസിഡന്റായിരുന്ന സെയ്ദ് ഹാമിദ് കോയമത്തങ്ങൾ ബഹുമാനപ്പെട്ടവർക്ക് നാരിയത്തു സ്വലാത്തിന്റെ ഒരു ഇജാസത്ത് കൊടുത്തിട്ടുണ്ട്. ആ നാരിയത്തു സ്വലാത്തിന്റെ ഇജാസത്തിന്റെ പ്രത്യേകത, ആ സ്വലാത്ത് ചൊല്ലിയാൽ ഏത് രോഗവും ആ ഇജാസത്ത് പ്രകാരം ചെയ്താൽ സുഖപ്പെടും. ഇവിടെ ഞാനൊരു സംഭവം നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ബഹുമാനപ്പെട്ടവരുടെ ഭാര്യയ്ക്ക് രോഗം വന്നു, ക്യാൻസർ രോഗം. കോയക്കുട്ടി ഉസ്താദിന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ രോഗം വന്നു. നിങ്ങൾ ഇന്ന് അദ്ദേഹത്തിന്റെ നാടാകുന്ന ആനക്കര പോയി, കുറ്റിപ്പുറത്ത് ചെന്ന് ആനക്കര പോയി ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. വായിലാണ് ക്യാൻസർ വന്നത്. അത് നല്ലവണ്ണം പിടിച്ചു. ഡോക്ടർമാരെടുത്ത് പരിശോധിക്കാൻ എത്തിയപ്പോഴേക്കും സമയം വൈകി. അവർ പരിശോധിച്ചു, ഒരു കഷ്ണമെടുത്ത് ടെസ്റ്റിന് അയച്ചു. അവർ പറഞ്ഞു അത് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്, മാരകമാണ്, അത് പിടുത്തം വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചികിത്സ കൊണ്ട് നടക്കുമോ എന്നറിയില്ല എന്ന ഘട്ടത്തിൽ ഇവരെത്തി. കോയക്കുട്ടി സാഹ് വിഷമിച്ചു. ചികിത്സ കൊണ്ട് ഫലമില്ല, മാത്രമല്ല റേഡിയേഷനൊക്കെ കൊടുക്കുമ്പോൾ ഈ വായന്റെ ഉള്ളിലല്ലേ, അതിന്റെ പ്രയാസവുമൊക്കെ മനസ്സിലാക്കി ഉസ്താദ് തീരുമാനിച്ചു ഈ കാര്യം അള്ളാഹുവിൽ തവക്കുലാക്കി പടച്ച റബ്ബിനോട് പറയാം. അങ്ങനെ എല്ലാ ചികിത്സകളും നിർത്തിവെച്ച് കോയക്കുട്ടി ഉസ്താദ് ഈ വിഷയം എന്നോട് ഒരു സദസ്സിൽ വെച്ച് നേരിട്ട് പറഞ്ഞിരുന്നു. അദ്ദേഹം ഈ ചെയ്ത പ്രവർത്തനത്തെ നമുക്ക് അത്ഭുതത്തോടെ മാത്രമേ കാണാൻ പറ്റൂ. ആ മഹാൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സമീപത്ത് എല്ലാ പൊതുപരിപാടിയും മാറ്റിവെച്ചിരുന്നു, സകല പൊതുപരിപാടി മാറ്റിവെച്ചു. അങ്ങനെ സ്വന്തം ഭാര്യയുടെ സമീപത്ത് അദ്ദേഹം ഇരുന്നു. സ്വന്തം ഭാര്യയുടെ സമീപത്ത് അദ്ദേഹം ഇരുന്നിട്ട് ഇജാസത്ത് പ്രകാരമുള്ള നാരിയത്ത് സ്വലാത്ത് നിശ്ചിത എണ്ണം പൂർത്തിയാക്കി. ലക്ഷത്തോളം സക്കാത്ത് അദ്ദേഹം ലക്ഷത്തോളം സക്കാത്ത് സ്വലാത്ത് ചെല്ലിയെന്ന പറയുന്നത്. ആ സ്വലാത്ത് മുഴുവൻ അദ്ദേഹം ഒരു പരിപാടിക്കും പോകാതെ ഭാര്യന്റെ അടുത്ത് ഇരുന്ന് ചൊല്ലി. അതങ്ങ് പൂർത്തിയായ ശേഷം പിന്നീട് കൊണ്ട് പരിശോധിച്ച് നോക്കുമ്പോ ക്യാൻസറിന്റെ ലക്ഷണം തന്നെയില്ല. മാക്സിമം 2 കൊല്ലമേ ജീവിക്കൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞ മഹദി ഇന്ന് നിങ്ങളൊന്ന് പോയി അന്വേഷിച്ച് നോക്ക്, ആരോഗ്യത്തോടെ വീട്ടിലുണ്ട്, ഒരു കുഴപ്പവുമില്ല, രോഗവുമില്ല. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. നേരെ മറിച്ച് ഉസ്താദ് മരണപ്പെട്ടു പോയി. ആ ചികിത്സിച്ച ഉസ്താദ് മരണപ്പെട്ടു പോയി. അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ മഹത്തായ ദിക്ർ കൊണ്ടാണ് ഇത് രക്ഷപ്പെട്ടത്. ബുഖാറയിലെ കോയക്കുട്ടി തങ്ങളുടെ ഇജാസത്ത് പോലെ സയ്യിദ് ഹാമിദ് കോയമ തങ്ങളുടെ കയ്യിൽ നിന്നും അദ്ദേഹം വാങ്ങിയ നാരിയത്ത് സ്വലാത്തിന്റെ ഇജാസത്ത്, അത് ലക്ഷങ്ങൾ തികച്ചങ്ങ് ചെല്ലിയപ്പോ പടച്ച റബ്ബിനോട് ദിവസേന ദുആ ചെയ്യും. ആ ദുആയുടെ ഫലമായി ക്യാൻസർ രോഗം സുഖപ്പെട്ടു. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നല്ലേ, നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ചികിത്സിച്ചാൽ നടക്കൂല എന്നല്ലേ. നേരെ മറിച്ച് ഉസ്താദ് തന്റെ വീട്ടിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ചികിത്സിച്ച് സുന്ദരമായി ആ രോഗം മാറ്റി. ഇത് അത്ഭുതകരമായിട്ടല്ലേ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയുള്ളൂ. മാത്രമല്ല നിങ്ങൾ നോക്ക്, വെൺമേനാട് എന്നൊരു സ്ഥലമുണ്ട് തൃശൂർ ജില്ലയിൽ. ആ തൃശൂർ ജില്ലയിലെ വെൺമേനാട് എന്ന സ്ഥലത്ത് അദ്ദേഹം ജോലി ചെയ്തിരുന്നു മുദരിസായിട്ട്. ആ മുദരിസായി അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ മദ്രസകളിലേക്കൊക്കെ കുട്ടികൾ വരവ് കുറവായി. കുട്ടികൾ മദ്രസയിലേക്ക് കൂടുതൽ വന്നെങ്കിലല്ലേ മദ്രസ വിദ്യാഭ്യാസം മുന്നോട്ടുണ്ടാകാൻ പറ്റൂ. മദ്രസയിലേക്ക് കുട്ടികളുടെ വരവ് കുറവായപ്പോൾ ബഹുമാനപ്പെട്ടവർ അവിടുത്തെ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ ഭാരവാഹികളൊക്കെ വിളിച്ചുകൂട്ടി. റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ ഭാരവാഹികളെ വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു നമുക്കൊരു നല്ല പര്യടനം നടത്തണം, എല്ലാ പ്രദേശത്തും പോയി മദ്രസ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം പറയണം. ഈ പ്രാധാന്യം പറയുന്നതിന് വേണ്ടി അവർ ഇറങ്ങിത്തിരിച്ച് മൊത്തത്തിൽ അവരൊരു പര്യടനം നടത്തി. ആ കൂട്ടത്തിൽ ചാവക്കാട് ഭാഗവും അതിൽപ്പെടും, ജില്ലയുടെ പല ഭാഗത്തും പോയ കൂട്ടത്തിൽ. പക്ഷേ ചേറ്റുവയിൽ അന്ന് പാലമില്ല. ഇന്ന് നിങ്ങൾ കൊടുങ്ങല്ലൂർ വഴി പോകുമ്പോൾ ചേറ്റുവയിൽ ഒരു വലിയ പാലം കാണുന്ന പാലമില്ല, ചങ്ങാടത്തിലാ കിടക്കുക, അതല്ലെങ്കിൽ കൊച്ചു തോണി. ഈ പര്യടന സംഘം വന്നപ്പോൾ ഉസ്താദിനും സംഘത്തിനും സഞ്ചരിക്കാൻ ഒരു തോണി കൊണ്ടുവന്നു. ആ തോണിയിൽ ഉസ്താദ് കയറി, സംഘാംഗങ്ങളും കയറി. തോണി ഇങ്ങനെ ക്രോസ് ചെയ്ത് വരികയാണ്. ഇറങ്ങേണ്ട സ്ഥലത്ത് തോണി എത്തുമ്പോഴേക്കും ഒരു വമ്പിച്ച കാറ്റ്.
കാറ്റത്ത് ഈ തോണി തുഴയുന്ന ആള് പങ്കായം കൊണ്ടല്ല, മുള കുത്തിയിട്ട് തുഴയാണ്. ആ തുഴ തെറ്റിപ്പോയി, കാറ്റടിച്ചിട്ട് മുള നിൽക്കുന്നില്ല, തോണി ഒഴുകിപ്പോയാൽ 1.5 കിലോമീറ്റർ ഒഴുകിയാൽ അഴിമുഖത്തെത്തുക. അഴിമുഖത്തെത്തിയാൽ കടലിലെ തീരെ കൂട്ടിയടിച്ച് തോണി മറിഞ്ഞ് മുങ്ങും. മയ്യത്ത് പോലും കിട്ടാത്ത വിധം ഒറ്റൊന്നിനെ കാണാണ്ടാവില്ല. എല്ലാവരും പേടിച്ച് കരഞ്ഞു. ആ കാറ്റത്ത് തോണി വല്ലാതെ മുന്നോട്ട് പോയി. 1.5 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ അഴിമുഖത്തേക്ക് ചാടും. ഒരു രക്ഷയില്ല. എല്ലാവരും തോറ്റു. ആ സമയത്ത് ബഹുമാനപ്പെട്ട കോയക്കുട്ടി സാദ് എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു. കോയക്കുട്ടി സാറിന്റെ എഴുന്നേറ്റുത്തരേ. അത് കണ്ടു നിന്ന ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഉസ്താദ് തോണിയിലാണ്ട് എഴുന്നേറ്റിട്ട് കാറ്റത്ത് ശക്തിയായി കാറ്റടിക്കുമ്പോ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് ഉറക്കനെ വിളിച്ചു. വിടിയാ. അതൊരു വലിയ ശബ്ദത്തിലായിരുന്നു കേട്ടവർ പറയുന്നു. ആ ശബ്ദം ഉസ്താദ് അങ്ങ് പുറപ്പെടുവിച്ച ഉടനെ കാറ്റ് മറിഞ്ഞുകൊണ്ട് വീശി. അള്ളാഹുവല്ലേ കാറ്റിനെ വീശുന്നത്? അങ്ങോട്ടും വീശാനോ ഇങ്ങോട്ടും വീശാനോ? കാറ്റ് മറിഞ്ഞുകൊണ്ട് വീശി. കാറ്റ് മറിഞ്ഞു വീശി എന്ന് മാത്രമല്ല, ആ കാറ്റ് നേരെ തോണിയെ കൊണ്ടുപോയിട്ട് ഇവർക്ക് ഇറങ്ങേണ്ട കടവത്തേക്ക് കൃത്യമായി എത്തിച്ചു. എല്ലാവരും സന്തോഷത്തോടെ ഇറങ്ങി, വളരെ സുന്ദരമായി ഇറങ്ങിപ്പോന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹം. ആ മഹാന്റെ അക്ക് കൊണ്ട് പടച്ച റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ആ മഹാന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയിരുന്നു അദ്ദേഹത്തിന്റെ മരണസമയത്ത്. നിങ്ങൾക്കറിയുമോ, അദ്ദേഹത്തിന്റെ മരണസമയത്ത് ആ പ്രദേശത്ത് മുഴുവൻ അദ്ദേഹം മരിച്ച ആ രാത്രി നല്ലൊരു മഴ കിട്ടി. കോയക്കുട്ടി സാഹബ് മരിക്കുമ്പോൾ രാത്രിയാണ് വിവരം അറിയുന്നത്. ആ പ്രദേശത്ത് മുഴുവൻ ഒരു മഴ. ആ മഴ ഇങ്ങനെ കടുത്ത ചൂടിലാണ് ആ മഴ വരുന്നത്. ആ മഴ ഇങ്ങനെ പെയ്തിട്ട് ജനങ്ങളാകെ ആശ്വസിച്ചു. എന്നാൽ പിറ്റേ ദിവസമോ മയ്യത്ത് എടുക്കുന്നതിനോ മയ്യത്ത് നിസ്കരിക്കുന്നതിനോ യാതൊരു തരത്തിലുമുള്ള കുഴപ്പമുണ്ടായില്ല. ആ അനുഗ്രഹത്തിന്റെ മഴ മാത്രമല്ല, നമ്മുടെ പണ്ഡിതന്മാരൊക്കെ മരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ എല്ലാ പണ്ഡിതന്മാരും മരിക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിലാ മരണം. ഇദ്ദേഹത്തിന്റെ മരണത്തോടടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ജേട്ടന്റെ മകനുണ്ട് ബഷീർ ഫൈസി, പിന്നെ ബാക്കിയുള്ള മക്കള്. ആ മക്കളോടൊക്കെ ബഹുമാനപ്പെട്ടവർ പറയുന്നു, മക്കളെ, ഞാൻ പതിവായി ചെല്ലുന്ന ദിക്റാണിത്. അദ്ദേഹം അത് ക്രോഡീകരിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഞാൻ ചെല്ലുന്ന ദിക്റ. ഈ ദിക്റ് നിങ്ങൾ അങ്ങ് ചെല്ലിക്കോ. ആ ദിക്റ് അദ്ദേഹം അവിടെ കിടന്നിട്ട് മക്കളെ കൊണ്ട് ചെല്ലിക്കുന്നു. നോക്ക് നിങ്ങൾ, മക്കളെ കൊണ്ട് ദിക്റ് ചെല്ലിക്കുന്നു. പതിവായിട്ട് ഉസ്താദ് ചെല്ലുന്ന ദിക്റ് മക്കൾ ചെല്ലുന്നു, ഉസ്താദ് കൂടി ചൊല്ലുന്നു. അങ്ങനെ ഈ ദിക്റ് ഇങ്ങനെ ചൊല്ലി 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 ആ ദിക്റ് തീരാറായപ്പോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കെ ചൊല്ലി ഉസ്താദ് അങ്ങ് മരിച്ചും ചെയ്തു. പതിവായ ദിക്റ് പോലും തെറ്റിക്കാതെ ആ ദിക്റ് പോലും തന്റെ മക്കളെ കൊണ്ട് ചെല്ലിച്ച് ആ ദിക്റിലായി കൊണ്ട് മരണപ്പെടുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ നനഞ്ഞ നാവ്, ദിക്റ് കൊണ്ട് നനഞ്ഞ നാവുമായി ഒരാൾ ചെന്നാൽ അയാൾ സ്വർഗത്തിലാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അയാളുടെ മേൽ മലക്കുകളുടെ അനുഗ്രഹം ചൊരിയും. അതാണ് ഒരു കവി അദ്ദേഹം മരിച്ചപ്പോ പറഞ്ഞത്. ഈ മഴ, ഉസ്താദ് മരിച്ച ഉടനെയുള്ള തുള്ളി തുള്ളി മഴ, ഹൽ അസ്കബൽ അംലഅകു ദംഅഹു സുനിഹിം ബിമമാതി മൻ ഹുവ ഔറഉൽ അഗ്ജാലി. ആ വാക്കിന്റെ അർത്ഥം നോക്ക് നിങ്ങൾ. ഹൽ അസ്കബൽ അംലാഖു, മലക്കുകൾ പൊഴിച്ചതാണോ? മലക്കുകൾ പൊഴിച്ചതാണോ? ദംഅഹു സുനിഹിം, അവരുടെ ദുഃഖത്തിന്റെ കണ്ണുനീർ മലക്കുകൾ ഒഴുക്കിയതാണോ? ബിമമാതി മൻ ഹുവ ഔറഉൽ അഗ്ജാലി, തലമുറകളായി സൂക്ഷ്മതയോടെ ജീവിക്കുന്ന പണ്ഡിതന്മാരുടെ ഒരു കണ്ണി മരണപ്പെട്ടപ്പോൾ മലക്കുകൾ അവരുടെ കണ്ണുനീര് പൊഴിച്ചതാണോ? ഓമിൻ മസറത്തി അൻദഅഹു റബ്ബുൽ മിഅറാജി ഇക്റാമൻ ലഹു ബിനവാലി, അതോ പടച്ച റബ്ബ് ഈ മഹാനായ മനുഷ്യനെ തന്റെ സന്നിധിയിലേക്ക് മിഅറാജിന്റെ ദിവസം, മരിച്ചത് മിഅറാജിന്റെ സമയത്താ. ആ മിഅറാജിന്റെ സമയത്ത് അദ്ദേഹത്തെ അള്ളാഹു കൊണ്ടുപോയപ്പോൾ മലക്കുകൾ സന്തോഷം കൊണ്ടാണോ ഈ പൊടിക്കുന്ന കണ്ണുനീർ എന്ന് വളരെ മനോഹരമായിട്ട് കവി ചോദിച്ച ചോദ്യം നോക്ക് നിങ്ങൾ. ആ മഹാനായ മനുഷ്യന്റെ ജീവിതമാണ് സൂചിപ്പിക്കുന്നത്. ആ മനുഷ്യൻ ലം യർജു ഐശതന ഉമിൻ വറഫഹത്തിൻ ലം യർല ഫഖറൻ ഖത്തു ഫീ അഹ്വാലി. തന്റെ ജീവിതകാലത്ത് മഹാനായ നമ്മുടെ കോയക്കുട്ടി ഉസ്താദ് ലം യർജു ഐശതന ഉമിൻ, ഒരു നിഅമത്തുള്ള ജീവിതം അഥവാ അന്തസ്സുള്ള ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചില്ല, ആഡംബരമുള്ള ജീവിതം ആഗ്രഹിച്ചില്ല. ലം യർല ഫഖറൻ ഖത്തു ഫീ അഹ്വാലി, തന്റെ ഒരു ജീവിതത്തിലും തന്റെ പ്രവർത്തനത്തിലും മഹാനായ മനുഷ്യൻ ഒരു തരത്തിലുള്ള ഫഖർ അഥവാ അന്തസ്, അഹന്ത ആഗ്രഹിച്ചില്ല. ഒരു സംഭവം കവി വിശദീകരിക്കുന്നത് നോക്ക് നിങ്ങൾ. ഇത് ജാഅമൻ യദ്ഊഹു തിബ്ക ബർഅമിജിൻ സഅലു ബിഅയ്യിൻ ഫുന്ദുഖു ഇസ്തിഖ്ബാലി.
ഒരനുഭവമാണ് ആ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. കോട്ടക്കൽ സ്വദേശിയായ ബഹുമാനായ അലവിക്കുട്ടി മൗലവി പ്രസിദ്ധനായ അറബി കവിയാണ്. അദ്ദേഹം ഉസ്താദ് മരിച്ചപ്പോൾ എഴുതിയ കവിതയിൽ കണ്ടു, ഇത് ജാ അമൻ യദ്ഉഹു, ഉസ്താദിനെ ക്ഷണിക്കാൻ വേണ്ടി വന്നു. തിബുക്ക ബറാമിജിൻ, ഒരു പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ ഒരു പരിപാടിയിലേക്ക് ഉസ്താദിനെ ക്ഷണിക്കുന്നതിന് വേണ്ടി തെക്കൻ കേരളത്തിൽ ഒരു ടീം വന്ന കഥയാണ് പറയുന്നത്. സഅലൂബി അയ്യിൻ ഫുന്ദുഖുസ്തിഖ്ബാലി, ആ ക്ഷണിക്കാൻ വന്ന ആളുകൾ ഉസ്താദിനോട് ചോദിച്ചു, ബി അയ്യി ഫുന്ദുഖിൻ, ഏത് ഹോട്ടലാണ് ബി അയ്യി ഫുന്ദുഖുസ്തിഖ്ബാലി, ഏത് ഹോട്ടലിലാണ് നിങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾ റൂം അറേഞ്ച് ചെയ്യേണ്ടത്? ഉസ്താദെ, നിങ്ങൾക്ക് ഏത് ഹോട്ടലിൽ എവിടെ റൂം അറേഞ്ച് ചെയ്യണം? കൊല്ലം ജില്ലയിലെ ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ വന്നവരാണെന്നാണ് പറഞ്ഞത്. ഞാൻ അന്വേഷിച്ചപ്പോൾ, അത് ചോദിച്ചപ്പോൾ ഉസ്താദ് മറുപടി പറഞ്ഞു, അവലൈസ ഫീ ബുൽദാനികും മിൻ മസ്ജിദിൻ ഫഹുനാക ഉർഫതു മുഅ്മിനിൻ റഖഅലി, അവലൈസ ഫീ ബുൽദാനികും, നിങ്ങളുടെ നാട്ടിൽ ഒട്ടും ഇല്ലയോ, മിൻ മസ്ജിദിൻ, ഒരു പള്ളിയും, നിങ്ങളുടെ നാട്ടിൽ പള്ളിയില്ലേ, ഫഹുനാക, അവിടെയാണ്, ഉർഫത്ത് മുഅ്മിനിൻ, ഒരു മുഅ്മിനിന്റെ റൂമുള്ളത്, റഹാൽ, സഞ്ചരിക്കുന്ന, റഹീലായ സഞ്ചരിക്കുന്ന യാത്രക്കാരനായ മുഅ്മിന് ഹോട്ടൽ വേണ്ട. അദ്ദേഹം പറഞ്ഞ വാക്ക് നോക്ക്, അവലൈസ ഫീ ബുൽദാനികും മിൻ മസ്ജിദിൻ ഫഹുനാക ഉർഫത്ത് മുഅ്മിനിൻ റഹാലി. ആരോടും അദ്ദേഹം അത് പറയുമായിരുന്നു, നിങ്ങൾ എനിക്ക് 5 സ്റ്റാർ റൂം എടുക്കണ്ട, നിങ്ങൾ പണം കൊടുത്തുകൊണ്ട് ലോഡ്ജ് ബുക്ക് ചെയ്യണ്ട, നിങ്ങൾ എനിക്ക് വേണ്ടി സന്തോഷത്തോടെ പള്ളി തുറന്നു വെച്ചാൽ മതി എന്ന് പറയുന്ന വിനയാന്വിതനായ മനുഷ്യൻ. ആ മനുഷ്യൻ നമ്മുടെ മുമ്പിൽ ഏത് പരിപാടി നിങ്ങൾ ഏൽപ്പിച്ചു നോക്ക്, നിങ്ങൾ ഏത് പരിപാടിക്ക് ഉസ്താദിനെ ക്ഷണിച്ചു നോക്ക്, ആരോഗ്യമുണ്ടോ? ഒരു 5-10 അരമണിക്കൂർ വരെ മുമ്പ് അദ്ദേഹം എത്തും. സംഘാടകർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. വളരെ മനോഹരമായി അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ, ആ മുഖത്ത് നോക്കിയാൽ തന്നെ സന്തോഷ. അദ്ദേഹം ആദ്യമായി വിമാനം കയറിയത് ബഹ്റൈൻ സമസ്ത കേരള സുന്നി ജമാഅത്തിന്റെ പരിപാടിക്കാ. ഞാനാണ് അദ്ദേഹത്തിന്റെ കൂടെ പോയത്. ഒരു പരിപാടി കണ്ടപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ ഇതുവരെ വിമാനം കയറിയിട്ടില്ല, എനിക്കൊരു വിമാനത്തിൽ എങ്ങനെയാ പോകേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് ഹജ്ജിന് പോയിട്ടില്ലേ? അത് കപ്പലിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്നാ നമുക്ക് വിമാനം കയറാം. എന്നിട്ട് എന്നോട് ചോദിച്ചു, വിമാനത്തിന് ഭയങ്കര AC ഉണ്ടാവുന്ന കേട്ടിട്ടുള്ളത്, എനിക്ക് ശ്വാസം മുട്ടുണ്ട്, AC പറ്റില്ല. ഞാൻ പറഞ്ഞു, അഡ്ജസ്റ്റ്മെന്റ് സൗകര്യമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു മനുഷ്യൻ തുറന്നു പറയുമ്പോൾ നിഷ്കളങ്കതല്ല കാണിക്കുന്നത്? ഇവിടെ ചില ആൾക്കാർ ലോകത്ത് ചുറ്റിയന്റെ വലുപ്പമാണ് പണ്ഡിതത്തിന്റെ മഹത്വമായിട്ട് പറയാറുള്ളത്. അങ്ങനെയാണ്. നേരെ മറിച്ച് ഉസ്താദ് പറയുന്നതാ, ഞാൻ തീരെ വിമാനത്തിൽ പോയിട്ടില്ല. അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു, പോയി ബഹ്റൈനിൽ ചെന്നു. തിരിച്ചു പോരുമ്പോൾ ഒരു സംഭവം ഞാൻ അത്ഭുതത്തോടെ കാണുകയാണ്. ബഹ്റൈൻ എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തെ ഡിപ്പാർച്ചർ ലോഞ്ചിലേക്ക് വിട്ടിട്ട് അവരൊക്കെ മടങ്ങി. പിന്നെ ഞാനും അദ്ദേഹം മാത്രമേ ഉള്ളൂ. ആ ലോഞ്ചിൽ അദ്ദേഹം ഇന്ന് ദിക്റിങ്ങനെ ചൊല്ലുന്നു മാല. ഒരു പക്ഷേ ഇതൊക്കെ CCTV കാണുന്നുണ്ടാവും. അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അദ്ദേഹത്തിന്റെ ജീവിത രീതി, ഇതൊക്കെ ഇങ്ങനെ കാണാം. ഒരു അരമണിക്കൂർ വെയിറ്റിങ്ങിനെ നിൽക്കുക. അത് കഴിഞ്ഞ് വിമാനത്തിലേക്ക് പോകുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറഞ്ഞു, എയർ ഇന്ത്യയുടെ മാനേജർ വരുന്നുണ്ട്, ഉസ്താദിനെ ഒന്ന് കാണണം, ഉസ്താദിന്റെ ഒരു അനുഗ്രഹം വാങ്ങണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എയർ ഇന്ത്യന്റെ മാനേജർ എവിടെയാ? മാനേജർക്ക് ഉസ്താദ് ഇല്ല. മാനേജർ ഉസ്താദിനെ ശരിക്കും നിരീക്ഷിച്ചത്. അപ്പൊ ഒരുപാട് CCTV കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണാവോ മാനേജർ കണ്ടപ്പോ ഈ മാനേജർ വന്നു നോക്കുമ്പോഴോ മാനേജർ പെണ്ണ, ഒരു പ്രായമായ സ്ത്രീയാണ്. അവരാണ് എയർ ഇന്ത്യയുടെ അവിടുത്തെ ബഹ്റൈനിലെ സെക്ഷൻ മാനേജർ. എന്നോട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് അനുഗ്രഹം വാങ്ങണം. അങ്ങനെ അദ്ദേഹത്തെ ആഗ്രഹം എന്താ നിങ്ങൾക്ക് വേണ്ടത് വെച്ചു. ഐ വാണ്ട് ടു ടച്ച് ഹിസ് ലെഗ് എന്ന് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിന്റെ കാല് തൊടണം. ഞാൻ പറഞ്ഞാൽ പറ്റൂല, കാല് തൊട്ട് വന്നിക്കാൻ പറ്റില്ല. ഒന്നാമത് ആ ഏർപ്പാട് ഉസ്താദ് ഇഷ്ടപ്പെടില്ല. അവിടെ നിങ്ങൾ അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ ബഹുമാനിച്ചോ, അനുഗ്രഹം ഉസ്താദ് പ്രാർത്ഥിച്ചോളും എന്ന് പറഞ്ഞു. അപ്പോ അവർ പിന്നെയും ചോദിച്ചു, മേ ടച്ച് ഹിസ് ലെഗ് എന്ന് ചോദിച്ചു. പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോ അവരോട് പറഞ്ഞപ്പോ അവര് ഉസ്താദിന് മുന്നേ കൈകൂപ്പി വളഞ്ഞു നിന്നൊരു രംഗമുണ്ട്. സത്യത്തിൽ ആ ഉസ്താദും ഈ ഉത്തരേന്ത്യൻ സ്ത്രീയുമായി ഒരു ബന്ധവുമില്ല. ആ മനുഷ്യന്റെ മുഖം കണ്ടപ്പോ, ആ മനുഷ്യന്റെ പ്രകൃതി കണ്ടപ്പോ, ഇത് എനിക്ക് അനുഗ്രഹം തരാൻ പറ്റിയൊരു മനുഷ്യനാണെന്ന് ഒരു അമുസ്ലിമിന് പോലും കരുതണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനത്തെ ഒരു മഹാനായ മനുഷ്യൻ, നമ്മൾ അന്നത് വാർത്തയാക്കാത്ത ഒരു സ്ത്രീ ആയതുകൊണ്ടാണ്, ഫോട്ടോ എടുക്കാത്ത ഒരു സ്ത്രീ ആയതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചു നോക്ക്, ദൂരെ നിന്ന് അവർ ഉസ്താദിനെ നിരീക്ഷിച്ച് വളരെ അകലെ നിന്നുകൊണ്ട് അവരിങ്ങനെ കൈകൂപ്പിയിട്ട് ഇങ്ങനെ വണങ്ങുന്ന ആ രംഗം എന്റെ മനസ്സിലിപ്പോഴും കാണുക. അപ്പൊ ഒരു മനുഷ്യൻ അല്ലാഹു ഭൂമുഖത്ത് കഴിവ് കൊടുത്താൽ, ആ കഴിവ് കുറെ ഉടയാടകളുടെ കഴിവോ വലിയ കാലിൽ സഞ്ചരിക്കലോ പറക്കലൊന്നുമല്ല. കൽബ് നന്നായ പടച്ചോ സ്വീകരിക്കും. അള്ളാഹു നമ്മുടെ കൽബുകളെ നന്നാക്കി തെരുമാറാവട്ടെ. എന്നതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, നമ്മുടെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്, നമ്മുടെ ഉസ്താദുമാരെ മുഴുവൻ എങ്ങനെയാ? നമ്മുടെ മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെ ജീവിതത്തിൽ വളരെ കുറഞ്ഞ സമയമുള്ളൂ, ഉള്ളതുകൊണ്ട് ഞാൻ പറയാം. ഉസ്താദിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മുഴുവൻ ഫിഖ്ഹാണ്. ജീവിതത്തിൽ അദ്ദേഹം ഫിഖ്ഹി വിഷയങ്ങളിൽ അവഗാഹമുള്ള മഹാനാണ്. എവിടെ എന്ത് ചോദ്യം എപ്പം നിങ്ങൾ ചോദിച്ചാലും ഉസ്താദ് റെഡിയാണല്ലോ. അത് പിന്നെ പറയാമെന്ന് ഉസ്താദ് പറയില്ല. ചോദിക്കുന്ന ആളെ ബോധ്യപ്പെട്ടാൽ ഫോണിൽ പോലും പറഞ്ഞു കൊടുക്കും. ഏത് വിഷയം ചോദിച്ചാലും കൃത്യമായ അതിന് മറുപടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ ചെറുപ്പകാലം മുതൽ പിതാവിന്റെ ദർസിൽ 7 കൊല്ലം ഓതി. ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയാരാണ് അദ്ദേഹത്തിന്റെ പിതാവ്.
സ്വന്തം പിതാവിന്റെ ദർസിൽ 7 കൊല്ലം ഓതിയിട്ട് പിന്നെ മഞ്ചേരി അബ്ദുറഹിമാൻ മുസ്ലിയാരുടെ ദർസിലേക്കാണ് പോകുന്നത്. മഞ്ചേരി അബ്ദുറഹിമാൻ മുസ്ലിയാരുടെ ദർസ് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഇന്റർവ്യൂ ചെയ്തിട്ട് കുട്ടികൾ എടുക്കും. എങ്ങനെ ഇന്റർവ്യൂ? ഒരു ചോദ്യം ചോദിക്കാനല്ല, ഒരു 8-10 ദിവസം ദർസിൽ നിർത്തും. എന്നിട്ട് ഉസ്താദ് ക്ലാസ് എടുത്തു കൊടുക്കും. ആ ക്ലാസ് കുട്ടിക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്, എന്നാ നിർത്തും, ഇല്ലെങ്കിൽ പോകാൻ പറയും. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ആ ദർസിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ ദർസിലേക്ക് ഉസ്താദ് കയറി ചെല്ലുമ്പോൾ അവിടെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ഉദ്ദേശിക്കുന്ന മഞ്ചേരി അബ്ദുറഹിമാൻ മുസ്ലിയാർ ഇല്ല. അടുത്ത ഖതീബും ഇമാമും മാത്രമേ ഉള്ളൂ. അപ്പൊ അവരെടുത്തൊരു മസല ചോദിക്കാൻ ഒരു ടീം വന്നിട്ടുണ്ട്. അവരാണെങ്കിൽ സ്വത്തവകാശ മസല ചോദിക്കാൻ വന്നതാ. അപ്പൊ ഇവര് വെറുതെ ഇവരോട് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ചെറുശ്ശേരി ഉസ്താദ് ശരിക്ക് കേട്ടു. അബ്ദുറഹ്മാൻ ഉസ്താദ് വന്നിട്ട് ചോദിക്കാൻ നിൽക്കുന്ന മഞ്ചേരി അബ്ദുറഹിമാൻ മുസ്ലിയാർ വലിയ ഫക്കീഹ. ചോദിക്കാൻ നിൽക്കുമ്പോൾ ഈ ഖതീബും അവിടുത്തെ മുദരിസും ഇവരോട് ഇങ്ങനെ വിവരം അറിയുമ്പോൾ ചെറുശ്ശേരി ഉസ്താദ് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവർ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി വരാനൊക്കെ കഴിയുന്നില്ല. ഇതൊരു കെണിഞ്ഞ മസലയാണല്ലോ. അപ്പൊ ചെറുശ്ശേരി ഉസ്താദ് അവരോട് പറഞ്ഞു, ആ മസല ഇന്ന കിതാബിൽ ഇന്ന പേജിലുണ്ടല്ലോ. അത്ഭുതപ്പെട്ടു പോയി. ആ കിതാബ് എടുത്തോണ്ട് നോക്കുമ്പോൾ കൃത്യ. അപ്പൊ ഈ കുട്ടി എന്തിനു വന്നതാ? ഞാൻ അവിടെ ദർസ് ചേരാൻ വന്നതാ. നീ ഇവിടുന്ന് അതൊക്കെ പഠിച്ച? ഞാൻ എന്റെ വാപ്പാന്റെ ദർസിന്ന് പഠിച്ചതാ. നീ ഈ പള്ളിയിൽ തന്നെ പഠിച്ചോ? അവരപ്പം തന്നെ തീരുമാനിച്ചു. കുട്ടി പോവാൻ തന്നാലും വിടൂല, അഡ്മിഷൻ അപ്പം തന്നെ കൊടുത്തു. ഉസ്താദ് വരാത്തന്നെ അഡ്മിഷൻ കൊടുത്തു. അവിടെ പഠിച്ച് അവിടുന്ന് പുറത്തിറങ്ങി ഉസ്താദ് പിന്നെ കോടങ്ങാട്ട ദർസെടുത്ത്. കോടങ്ങാട്ട് ദർസെടുത്താൻ പോകുമ്പോൾ ചെറിയൊരു കുട്ടിയാ. വലിയൊരു ബാക്കിയത്തിലേക്ക് പോകാൻ ചോദിച്ചപ്പോ ബാപ്പ പറഞ്ഞു, നീ പോകണ്ട, വലിയൊരു പോയവരൊക്കെ നിന്നെ തേടി ഇങ്ങോട്ട് വരുന്നു. അതൊരു ഇജാസത്താ. അങ്ങനെ അദ്ദേഹം കോടങ്ങാട്ട് ഖുത്ബ ഓതി മുദരിസായി ജോലി ചെയ്യുന്ന സമയത്ത് ആ നാട്ടുകാർക്ക് വലിയ മതിപ്പൊന്നുമില്ല. ഒന്നാമത് കൊണ്ടോട്ടിക്കാരനാ. കോടങ്ങാട് കൊണ്ടോട്ടിന്ന് 2 കിലോമീറ്റർ ഇപ്പുറത്താ. അപ്പൊ അവിടെ ഓതുമ്പോൾ ചെറിയ കുട്ടിയായപ്പോൾ ആൾക്കാർക്ക് അത്ര മതിപ്പില്ല, വാപ്പാന വലിയ മതിപ്പാ. അപ്പോഴാണ് ഒരിക്കൽ കണ്യത്ത് ഉസ്താദ് അവിടെ ജുമഅക്ക് വന്നത്. കണ്യത്ത് ഉസ്താദ് ജുമഅ കൂടി, ജുമഅക്ക് ശരിക്ക് ശ്രദ്ധിച്ച് നിസ്കാരവും ഖുത്ബയൊക്കെ ശ്രദ്ധിച്ചപ്പോ കണ്യത്ത് ഉസ്താദ് ചോദിച്ചു, ഇതേതായി കുട്ടി? നാട്ടുകാർ പറഞ്ഞു, അത് ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ മകൻ സൈനുദ്ദീൻ മുസ്ലിയാരാ. അപ്പൊ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ചെറുശ്ശേരി ഉസ്താദിന്റെ ബാപ്പ കണ്യത്ത് ഉസ്താദിന്റെ കൂടെ ഓതിയ ആളാ. ബാപ്പാനെ ശരിക്കറിയാം. കണ്യത്ത് ഉസ്താദ് ഉറക്കെ പറഞ്ഞു, ആഹാ, മൂർഖന്റെ കുട്ടി മൂർഖൻ തന്നെയാണല്ലോ എന്ന് പറഞ്ഞു. അതോടുകൂടി ആളുകൾക്ക് ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച് വലിയ മതിപ്പായി. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മതിപ്പ്. ആ മതിപ്പ് എക്കാലഘട്ടത്തിലും അദ്ദേഹം പ്രകടിപ്പിച്ചു. ഏത് വിഷയത്തിലും അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? എന്ത് ചോദ്യം നിങ്ങൾ ചോദിച്ചാലും തമാശ രൂപേണാണെങ്കിലും നേർരൂപത്തിലാണെങ്കിലും കൃത്യമായി മറുപടി കൊടുക്കും. ഒരു വിഷയമുണ്ടായാലത് പരിഹരിക്കും. ചെമ്മാട് മഹലിൽ ഒരു പ്രശ്നമുണ്ടായത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ചെമ്മാട് മഹൽ എന്ന് പറയുന്നത് ചെറുശ്ശേരി ഉസ്താദ് കുറെ കാലം ദർസെടുത്തിയ മഹല്ല. ആ മഹലിൽ 2 വിഭാഗം ആളുകളുണ്ട്. 2 വിഭാഗം ആളുകളുണ്ടെങ്കിലും സമത്തക്കാർ ഭൂരിപക്ഷമുള്ളത് കൊണ്ട് സമത്തക്കാർ മഹലിൽ ഭരിക്കുന്നു. ഒരു പ്രശ്നവുമില്ല. മഹലിൽ ഭംഗിയെടുപ്പ് എല്ലാ സ്ഥലത്തും അങ്ങനെയുള്ള മഹലിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇവര് കുറച്ച് പേര് കയറി വന്ന് പിന്നെ ബഹളം ഉണ്ടാക്കല. ആര്? മണ്ണാർക്കാട്ടുകാര്. അവര് കയറി വന്നിട്ട് കുഴപ്പമുണ്ടാക്കല പതിവ്. അങ്ങനെ അവര് കയറി വന്നിട്ട് ആ മണ്ണാർക്കാട്ട് അങ്ങനെയാണല്ലോ പറഞ്ഞു. നിങ്ങൾ കേട്ടല്ലോ, മണ്ണാർക്കാട്ട് വിഷയം കേട്ടില്ലേ? നീ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവസാന നിമിഷം വരെ ജയിക്കുമെന്ന് വിശ്വസിച്ചു, മലക്കുകൾ ഇറങ്ങുമെന്ന് വിശ്വസിച്ചു. ഇപ്പൊ പറയുന്ന മലക്കുകൾ ഇറങ്ങിയെന്ന. പിന്നെന്തേ കുഴപ്പമെന്ന് വെച്ചു? മലക്കുകൾ ഇറങ്ങിയത് ലാസ്റ്റ് ടൈമിലാണ്. ചിഹ്നം പഠിപ്പിച്ചു കൊടുക്കാൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞു. അവസാന പ്രശ്നം ആ ഒരൊറ്റ പ്രോബ്ലമാണ് ഇപ്പൊ ഉണ്ടായത്. ആയിക്കോട്ടെ, ആ വിഷയം ഞാൻ ഇപ്പൊ പറയുന്നില്ല. എന്റെ വിഷയം അതല്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. വെറുതെ ഒരു മനുഷ്യനെ കൊണ്ടുപോയി പടച്ചറ ബാക്കി തീർക്കുന്ന ഗതികേട് നോക്കൂ. ആർക്കൊക്കെ നല്ല ബുദ്ധി പടച്ചറപ്പ് കൊടുക്കുമാറാവട്ടെ. ചെമ്മാട് മഹലിൽ 2 വിഭാഗം ആളുകളും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുമ്പോ ആ മഹലിലെ ജനറൽ ബോഡി വരുന്ന സമയത്ത് ഒരു വിഭാഗം വന്നിട്ട് ബാപ്പുട്ടി ഹാജിയോട് പറഞ്ഞു, ചെമ്മാട് ബാപ്പുട്ടി ഹാജിയോട് പറഞ്ഞു, ഈ മഹലിൽ 70% ഞങ്ങളുണ്ട്. അവിടെ 70% ഞങ്ങളുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഈ മഹലിൽ കമ്മിറ്റിയിൽ അംഗത്വം വേണം. ഇത്ര അംഗത്തെ ഞങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞു. ബാപ്പുട്ടി ഹാജി സൗമ്യനായ മനുഷ്യനാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അള്ളാഹു അദ്ദേഹത്തെ മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. ബാപ്പുട്ടി ഹാജി പറഞ്ഞു, അന്ന് ബാപ്പുട്ടി ഹാജി പറഞ്ഞു, 2 കൂട്ടരും കൂടി ഒരു മഹലിൽ ഭരിച്ചാൽ ശരിയില്ല. നിങ്ങൾക്കൊരാശയം, ഞങ്ങൾക്കൊരാശയം. 2 സുന്നത്തിമായത്താണെങ്കിൽ നമ്മൾ 2 കൂട്ടരും കൂടി ആകുമ്പോൾ ഒരു കാര്യം മഹലിൽ നടക്കൂല. നിങ്ങൾ 70% ഉണ്ട് എന്നല്ല നിങ്ങൾ പറയുന്നത്. നിങ്ങൾ 70% ഉണ്ടെങ്കിൽ നിങ്ങൾ മഹലിൽ ഭരിച്ചോ, ഞങ്ങൾ ഇടപെടുന്നില്ല. അവിടെ നമുക്കൊരു തെരഞ്ഞെടുപ്പ് നടത്താം. 70 എന്നല്ല നിങ്ങൾ പറഞ്ഞത്, 51% ആള് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മഹല്ല് കമ്മിറ്റി ഉണ്ടായിക്കോ, ഞങ്ങൾ ആ കമ്മിറ്റിക്കില്ല. 49% നിങ്ങളുള്ളൂ എങ്കിൽ 51% ഞങ്ങളായിരിക്കും. അപ്പൊ ഞങ്ങൾ കമ്മിറ്റി ഉണ്ടാക്കും. ആ കമ്മിറ്റിയിലേക്ക് നിങ്ങൾ വരണ്ട, നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ഞങ്ങൾ ചെയ്തു തരും, കമ്മിറ്റിയിൽ നിങ്ങൾ വേണ്ട. അതല്ല 49% ഞങ്ങളുള്ളൂ എന്നാൽ നിങ്ങൾ ഭരിച്ചോ, ഞങ്ങൾ ആ കമ്മിറ്റിക്ക് വരുന്നില്ല. 2 കൂട്ടരും ചേർന്നുള്ള അഴകുഴമ്പ സമീപനം വേണ്ട എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ ഇതുവരെ ഭരിച്ച പോലെ ഭരിക്കാം. അപ്പൊ അവർ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പിന് എല്ലാ കാര്യങ്ങളും ഒരുങ്ങി. അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ദിവസം അടുത്തപ്പോൾ മധ്യസ്ഥര ചുമതലപ്പെടുത്തി UP പോക്കരാജി അടക്കമുള്ള മധ്യസ്ഥരായ ആൾക്കാരാ, നാട്ടിലെ ആൾക്കാർ. അവസാനം ഒരു പുതിയ പ്രശ്നം പൊട്ടിപ്പുറപ്പെട്ടു. ആ മഹലിൽ സുന്നികൾക്ക് മാത്രമേ വോട്ടുള്ളൂ. പക്ഷെ ഏത് മഹലിലും ഉണ്ടാകുന്ന പോലെ ആ മഹലിലുമുണ്ട്
ചിലപ്പോൾ സുന്നി പള്ളിയിൽ പോകും, ചിലപ്പോൾ മുജാഹിദ് പള്ളിയിൽ പോകും, ചിലപ്പോൾ ജമാഅത്ത് പള്ളിയിൽ പോകും. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ലാ ഇലാഹ ഉലായി വലാ ഇലാഹ ഉലായി, അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ല, ആരാന്ന് ചോദിച്ചാൽ പറയില്ല. അത്തരം ആളുകൾക്ക് വോട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത്തരം ആളുകൾക്ക് വോട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ മധ്യസ്ഥനായ UP പോക്കരാജി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, അത്തരം ആളുകൾക്ക് വോട്ട് കൊടുക്കണോ കൊടുക്കണ്ടയോ നമ്മൾ തർക്കിക്കണ്ട, നമുക്കൊരു പണ്ഡിതനോട് ചോദിക്കാം. അങ്ങനെ പണ്ഡിതനോട് ചോദിക്കാമെന്ന് തീരുമാനിച്ചപ്പോ എല്ലാവരും പറഞ്ഞു, എന്നാ ചെറുശ്ശേരി ഉസ്താദിനോട് ചോദിക്കാം. അപ്പൊ മറുഭാഗം പറഞ്ഞു, അത് പറ്റില്ല, ചെറുശ്ശേരി ഉസ്താദ് ഈ പള്ളിയിൽ തന്നെ ഉള്ള ആളാ, അത് നിങ്ങളാളാ, അദ്ദേഹത്തോട് ചോദിച്ചാൽ പറ്റില്ല, വേറൊരു പണ്ഡിതനോട് ചോദിക്കണം. അപ്പൊ ഇവര് പറഞ്ഞു, നമ്മൾ ആളുകൾ പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ആളോട് ചോദിക്കാം, മസല ഒന്നല്ലേ ഉണ്ടാവും ആര് പറഞ്ഞാലും. അപ്പോഴവർക്ക് വാശി, ചെറുശ്ശേരി ഉസ്താദിനോട് ചോദിക്കാൻ പറ്റില്ല, അത് നിങ്ങളെ ആളാ. അപ്പൊ ഉടനെ തന്നെ പറഞ്ഞു, എന്നാ നിങ്ങൾ പറ. ഉടനെ അവര് പറഞ്ഞു, ഓക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരോട് ചോദിക്കാം, അദ്ദേഹമുള്ള കാല, ഓക്കെ ഉസ്താദിനോട് ചോദിക്കാമെന്നു. ആയിക്കോട്ടെ. അങ്ങനെ ഓക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ഓക്കെ ഉസ്താദിന്റെ അടുത്തേക്ക് രണ്ടു കൂട്ടരും പോയി. ഓക്കെ സൈനുദ്ദീൻ കുട്ടി സാറെ ദർസിൽ 2 വർഷം ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ഓതിയിട്ടുണ്ട്. ഓക്കെ ഉസ്താദിന്റെ അടുത്തേക്ക് ഇവരെല്ലാവരും കൂടി ചെന്നു. ഓക്കെ ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ? ഞങ്ങൾ ചെമ്മാറ്റുന്ന. എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളൊരു മസല ചോദിക്കാൻ വന്നതാ. ഉടനെ തന്നെ ഓക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ പറഞ്ഞു, ചെമ്മാട്ടെന്ന് മസല ചോദിക്കാൻ അങ്ങോട്ട് വരണ്ട, അവിടെ ചെറുശ്ശേരി ഉണ്ട്, ചെറുശ്ശേരി പറയുന്ന മാതിരി ചെയ്താൽ മതി എന്നാണ്. അപ്പൊ ഇവര് പറഞ്ഞു, അല്ല ഉസ്താദേ, ഇതൊരു എന്ത് സംഘടനാപരമായ പ്രശ്നമാണെങ്കിലും ഇസ്ലാമിലെ മസല ചെറുശ്ശേരി പറഞ്ഞ പോലെ ചെയ്താൽ മതി എന്നാണ്. ഇവർ അന്തം വിട്ടുപോയി. മടങ്ങി വരും, ഒരു പിടുത്തം കിട്ടിയില്ല. മടങ്ങി വന്നപ്പോ ഇവര് നിർബന്ധിതരായി ചെറുശ്ശേരി ഉസ്താദിന്റെ അടുത്ത് പോകാൻ. അങ്ങനെ എല്ലാവരും കൂടി ചെറുശ്ശേരി ഉസ്താദിന്റെ അടുത്ത് ചെന്നു. വിഷയം എന്താ? ഇങ്ങനത്തെ ആളുകൾക്ക് വോട്ടുണ്ടോ? ഉസ്താദ് പറഞ്ഞു, അതൊരു പ്രയാസമുള്ള കാര്യമില്ല, അവർക്ക് നമുക്ക് വോട്ട് വേണ്ടോ വേണ്ട തീരുമാനിക്കാം, എത്ര ആളുണ്ടെന്ന് വെച്ചു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവരെ യോഗം വിളിക്കാൻ പറഞ്ഞു. യോഗം വിളിച്ചിട്ട് ഉസ്താദ് പറഞ്ഞു, അവരോട് അമലിയാത്തും ദീനിയാത്തും ചോദിച്ചാൽ പ്രശ്നം തീർന്നു എന്നാണ്. ഇവർക്ക് മനസ്സിലായില്ല എന്താ ചോദിക്കേണ്ടത്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ആൾക്കാരെ വിളിച്ചിട്ട് അവരോട് പറ, തറാവീഹ് എത്ര റക്കാത്താന്ന് ചോദിക്ക്, അതിന് മറുപടി എന്താ നോക്ക്, 20 എന്ന് പറയുന്ന ആൾക്കാർക്ക് വോട്ടുണ്ടാവും. നമ്മുടെ തൊട്ടപ്പുറത്താണ് മമ്പുറത്തെ തങ്ങളെ ഹക്കജാക്ക് ബർക്കത്ത് കൊണ്ട് ദ്വാരനാൽ ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിക്ക്, ഗുണമെന്ന് പറഞ്ഞവർക്ക് വോട്ട് കൊടുക്കുക. ഈ ചോദ്യം പോയി ചോദിച്ചു. ഒന്ന് വിശ്വാസം, ഒന്ന് കർമ്മവും. അതിന് മറുപടി കിട്ടിയവർക്ക് വോട്ടും കൊടുത്തോ തന്നെ. അങ്ങനെ വോട്ട് നടന്നപ്പോഴോ 65% സമത്തക്കാരും 35% അവരും. ഭൂരിപക്ഷം നമ്മളായിരുന്നു. 65% നമ്മുടെ ആളുകളാ വന്നത്. 65% നമ്മുടെ ആളുകൾ വന്നപ്പോ നിങ്ങൾ നോക്കണം, ആ 65% മഹല്ല് ഭരിക്കുന്നു, സുന്ദരമായി മുന്നോട്ട് പോകുന്ന ഒരു കുഴപ്പമില്ല. ഈ രീതിയിൽ കൃത്യമായ ഒരു വിഷയം വരുമ്പോൾ തീർക്കാനുള്ള ഒരു കഴിവ് സാധനമുണ്ട്. ഒരു മഹല്ലിൽ ഇതുപോലെ ഒരു പ്രശ്നം വന്നു, ആ മലബാറിൽ തന്നെ ഒരു മഹല്ലിൽ ഇതുപോലെ പ്രശ്നം വന്നു. ആ മഹല്ലിൽ പള്ളി വിപുലീകരിച്ചപ്പോ കുറച്ച് സ്ഥലം ഖബർസ്ഥാനിലേക്ക് പോകുന്നു. ആ ഖബർസ്ഥാന്റെ അവിടെ സ്ലാബ് ഇട്ട് ശരിക്കും അതിന്റെ മുകളിൽ പള്ളിയാക്കാൻ പോവുക. പള്ളിയിലെ ഇമാമ് ശരിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പള്ളി വികസിപ്പിക്കണതെല്ലാം നിവൃത്തിയില്ല, പഴയ ഖബറല്ലേ, ആ ഖബറിന് കുഴപ്പമൊന്നും വരാതെ പള്ളിന്റെ അടിയിൽ സ്ലാബിന്റെ അടിയിൽ ഉണ്ടാവും എന്നൊക്കെ വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ പറഞ്ഞപ്പോ ആളുകൾ സമ്മതിച്ചു, പള്ളി വിപുലീകരിക്കാൻ തീരുമാനിച്ചു. പിറ്റത്താഴ്ച ഫിത്തനയുമായി കുറച്ച് ആൾക്കാർ വന്നു. ഒരു 10 കുടുംബക്കാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ പാപ്പാന്റെ ഖബറിന്റെ സ്ഥലം എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ വാശിയായി പ്രശ്നമായപ്പോ അവിടെയുള്ള ബുദ്ധിമാനായ ഖത്തീബ് അവരെല്ലാവരെയും കൂട്ടി നേരെ പോയി ഉസ്താദിന്റെ അടുത്തേക്ക്. ചെറുശ്ശേരി ഉസ്താദിനും ഒരു വിഷയമെത്തി. ഈ കുടുംബക്കാർ വിഷയം അവതരിപ്പിച്ചു. ഉസ്താദ് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, ഞങ്ങളെ ബാപ്പാന്റെ ഖബറിന്റെ മേലെ പള്ളി ഉണ്ടാക്കാൻ പറ്റൂല എന്നാണ്. ആ ഉസ്താദ് സൗഹൃദത്തോടെ കേട്ട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്ന നിങ്ങളെ ബാപ്പാന്റെ ഖബറിന്റെ നേരെ പള്ളി ഉണ്ടാക്കാൻ പറ്റൂല എന്നാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ബാപ്പാന്റെ സ്ഥലത്ത് കമ്മിറ്റി പള്ളി ഉണ്ടാക്കുകയാണോ, പള്ളിന്റെ സ്ഥലത്ത് ബാപ്പാനെ മറവ് ചെയ്താണോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവർ പറഞ്ഞു, പള്ളിന്റെ സ്ഥലത്ത് ബാപ്പാനെ മറവ് ചെയ്താണ്. അപ്പൊ ലേശം ഒരു ഗൗരവം കുറഞ്ഞു. ഇനി എന്താ നിങ്ങൾക്ക് പ്രശ്നം എന്ന് ചോദിച്ചു. ബാപ്പാന്റെ ഖബർ സംരക്ഷിക്കണം എന്നുള്ള ഞങ്ങൾ ആഗ്രഹം എന്നാണ്. നിങ്ങളെ ബാപ്പാന്റെ ഖബർ സംരക്ഷിക്കാൻ നിങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ രാത്രി പോയി നോക്കാറുണ്ടോ? ഇല്ല. എന്നാ ഇന്ന് രാത്രി 2 മണിക്കോ 3 മണിക്കോ ഒന്ന് പോയി നോക്ക്. നായ മൂത്രമൊക്കെ ഉണ്ടാവും, പാമ്പ് കയറി ഇറങ്ങുന്നുണ്ടാവും, തേളുണ്ടാവും. ഇതാണോ സംരക്ഷണം? അപ്പൊ അവരിങ്ങനെ അന്തം വിട്ടു. എന്നാൽ അത് പള്ളിയാക്കി പള്ളി അതിന്റെ മുകളിൽ വന്നാൽ അതിന്റെ മുകളിൽ ഇത്തിക്കാഫ് നടക്കും, ഖുർആനോത്ത് നടക്കും, അതിന്റെ ഒക്കെ കൂലി ആ ഖബറിൽ കിട്ടും. ഒരു ചെടിത്തണ്ട് കുട്ടിയെ കൂലി കിട്ടുന്നില്ലേ? അപ്പൊ ആ കൂലി വാപ്പാക്ക് കൊടുക്കണോ അതോ നായ മൂത്രമൊഴിക്കുന്ന പോലെ അങ്ങനെ ഇട്ട് പോണോ, എന്താ വേണ്ടതെന്ന് വെച്ചു. അപ്പൊ എല്ലാവർക്കും പള്ളി ആയിക്കോട്ടെ അഭിപ്രായം, കുഴപ്പമില്ല, എല്ലാ പ്രശ്നവും പരിഹരിച്ചു. എന്റെ വാപ്പാന്റെ ഖബറും കൂടി പള്ളിയൊക്കെ തിരക്കില്ല എന്ന് ചില ആൾക്കാർ പിന്നെ പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് മസലൊന്നുമില്ലാതെ ചിരിച്ചുകൊണ്ട് അവരെ സമ്മതിപ്പിക്കാനുള്ള കഴിവ്, ആ ഒരു ബദാഹത്തുല്ലക്കല്, അത് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ കഴിവാ. എന്നാൽ അതേ മനുഷ്യൻ തന്നെ തൂക്കിപ്പിടിച്ച സാധനം വാങ്ങി അദ്ദേഹം തന്നെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി മാർക്കറ്റിൽ നിന്ന്, മൻ ഹമല ബിദാഅതഹു ഫഖദ് ബരിഅ മിനൽ കിബർ, ഒരാൾ തന്റെ സാധനം ചുമന്നു കൊണ്ടുപോയാൽ അവൻ അഹങ്കാരത്തിൽ നിന്ന് മുക്തനാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജാട കാണിക്കലല്ല പാണ്ഡിത്യം. നമ്മുടെ സത്യത്തിന്റെ മുകളിലാണെന്നതിന്റെ തെളിവാണ് ഈ 2 മഹാന്മാരെ മരണം.
ചെറുശ്ശേരി ഉസ്താദ് മരിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്കറിയോ തന്റെ വീട്ടിലെ സകല കിതാബും ദാറുഹുദയിൽ കൊണ്ടുപോയി വഖഫ് ചെയ്തു. എല്ലാ കിതാബും ഓരോ ദിവസം ഓരോ കിതാബുകളുണ്ട്. അന്ന് രോഗമൊന്നുമില്ല. എന്തിനത് കൊണ്ടുവരുന്നത് മനസ്സിലായില്ല. എല്ലാ കിതാബും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം പറഞ്ഞു ഇത് ദാറുഹുദക്ക് വഖഫ. എന്തിനാ ഈ കൊല്ലം വഖഫ് ചെയ്തത്? ഇതുവരെ വഖഫ് ചെയ്യാതെ ഈ കൊല്ലത്തിന്റെ തുടക്കത്തിൽ അഥവാ മരിക്കുന്ന കൊല്ലത്തിന്റെ തുടക്കത്തിൽ കഴിഞ്ഞ കൊല്ലം റമദാൻ കഴിഞ്ഞ് കോളേജ് തുടങ്ങിയപ്പോ രോഗമൊന്നുമില്ല. ഉസ്താദ് പറഞ്ഞു ഇന്ന് എന്താ സിലബസ്, എനിക്ക് എന്താണ് നിങ്ങൾ വിഷയമിട്ടിരിക്കുന്നത്? അപ്പൊ എല്ലാ കൊല്ലവും ഉസ്താദ് ക്ലാസ് എടുക്കാറില്ല. എന്താ 12ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലാണ് ദാറുഹുദയിലെ ഫൈനൽ ക്ലാസ്, 12ാം ക്ലാസ്സിൽ തൊയ്ഫ, 11ാം ക്ലാസ്സിൽ മഹല്ലി. അപ്പൊ ഉസ്താദ് പറഞ്ഞു ഇത് എല്ലാ കൊല്ലവും അങ്ങനെ തന്നെ, പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല, പിന്നെ എന്തിനാ ഉസ്താദ് ചോദിച്ചത്? വെറുതെ ചോദിച്ചു എന്തൊരു കാര്യം ഉണ്ടാവും. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞത് മാറ്റണം, എനിക്കൊരു ഹദീസിന്റെ കിതാബ് വേണം, ഒന്നാണ് മാറ്റിക്കോ ഫിക്ക്. അപ്പോ ബന്ധപ്പെട്ട ആൾക്കാർ ഉസ്താദെ പറ്റില്ല, കാരണം ഇവരിവിടുന്ന് പുറത്തു പോയി ഈ കുട്ടികൾ ഫിഖിന്റെ മസല അറിഞ്ഞ് മഹലിൽ പ്രവർത്തിക്കുമ്പോൾ സ്വത്തവകാശം, ഫറായിദ്, ത്വലാഖ്, നിക്കാഹ്, ഫസ്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കൊടുക്കണ്ടേ? അത് ഉസ്താദ് തന്നെ 2 കൊല്ലം പഠിപ്പിക്കണം, ഫൈനലല്ലേ? അപ്പൊ ഉസ്താദ് പറഞ്ഞു അതൊന്നുമല്ല വിഷയം, അവസാന കാലത്ത് ഒരു ഹദീസിന്റെ കിതാബുമായി ബന്ധം വേണം എന്ന് എന്റെ ശൈഖന്മാര് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ അവർ മഹല്ലി വെട്ടി 11ാം ക്ലാസ്സിൽ സ്വഹീഹ് മുസ്ലിം വെച്ചു. ആ സ്വഹീഹ് മുസ്ലിം ക്ലാസ് എടുക്കുമ്പോഴാണ് ഉസ്താദിന് രോഗം വന്നതും റൂമിൽ പോയി ഫത്വ ചോദിക്കാൻ വന്ന ആൾക്കാരോട് സംസാരിച്ചപ്പോൾ തലമിന്നി വീണതും അവസാനത്തെ ക്ലാസ് അതാ. ഞാൻ ചോദിക്കട്ടെ, ആ കൊല്ലത്തിന്റെ തലക്കൽ തുടക്കത്തിൽ എന്തിനാ അവസാന കാലത്ത് എന്ന് പറഞ്ഞത്? അവസാന കാലത്ത് ഒരു ഹദീസിന്റെ കിതാബുമായി ബന്ധം വേണം. എങ്ങനെ അവസാന കാലത്ത് എന്ന് പറയാൻ കാരണം? ഒരു രോഗമൊന്നുമില്ലല്ലോ, ആ മരണം മുന്നിൽ വന്നിരിക്കുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ പഴയകാല നേതാക്കൾക്കൊക്കെ ശംശലം അടക്കമുള്ള മഹത്തുക്കൾക്ക് അത് വന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യമാണ്. ജീവിതത്തിൽ അവർ ചെയ്ത ഖിദ്മത്ത്, അവരുടെ വിനയം, മരിക്കുമ്പോൾ അവർ കാണിച്ച ഈ ഈമാനിക ബോധം, ഇത് പോരെ നമുക്ക് ആ മഹാന്മാരെ മനസ്സിലാക്കാം. നിങ്ങൾക്കറിയോ CH ഐദ്രോസ് മുസ്ലിയാർ എന്ന മഹാപണ്ഡിതൻ, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. എത്രക്കാ കറക്റ്റ് വാങ്ങി കൊടുക്കുന്നത്? 56 ടൈമുണ്ട്, ഞാൻ പറയാം. നമുക്ക് മുക്കാലിന് അവസാനിപ്പിച്ചാൽ പോരെ? എന്നാലും നിങ്ങൾക്ക് പള്ളിയിലേക്ക് എത്തിക്കൂടെ? മുക്കാലിന് അവസാനിപ്പിക്കാം. 5 മിനിറ്റ് ഞാൻ എടുക്കുന്നു, കാരണം സമയം കിട്ടിയാൽ ഒരുപാട് കാര്യം പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ കേരളത്തിന്റെ ഇലക്ഷനും അതിലുവരെ ബന്ധപ്പെട്ടതും ഒരുപാട് പുലിവാല് പിടിപ്പിച്ചു, നിങ്ങൾക്കറിയാലോ. ആ വിഷയത്തിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു സമ്മേളനം വെച്ച് പറയാം. ഇപ്പൊ നമ്മൾ നല്ലവർ അനുസ്മരിക്കുന്ന സമയമാണ്, അതിന്റെ ഇടയ്ക്ക് നമ്മൾ മറ്റൊന്നും പറയേണ്ട. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാവട്ടെ, സമസ്തക്കൊപ്പം നിൽക്കാൻ പടച്ചറപ്പ് നമുക്ക് ആഫിയത്ത് തരുമാറാവട്ടെ. ഞാൻ പറയട്ടെ, മഹാനായ CH ഐദ്രോസ് കുറ്റിപ്പുറത്തുണ്ട് ഒരു ചെറിയ പള്ളി, നിങ്ങൾ ഇന്ന് വന്നാലും കാണും, റെയിൽവേ ട്രാക്കിന്റെ തൊട്ടടുത്ത്. ഈ പള്ളിയിൽ ഒരു ദിവസം വൈകുന്നേരം ഉസ്താദ് 9 മണിക്ക് എത്തി. രാത്രി 9 മണിക്ക് വന്നപ്പോൾ ഉസ്താദ് ആ പള്ളി നിസ്കരിച്ച് അവിടെ കിടന്ന്, പിറ്റേന്ന് ഇവിടെ കാസർഗോഡ് ആ പ്രോഗ്രാം, ഇങ്ങോട്ട് വരാനാ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് പള്ളി കയറി നിസ്കരിച്ചപ്പോൾ നോക്കുമ്പോൾ പള്ളിയിലെ സ്ഥിരം ഇമാമില്ല, പകരം ഒരു ചെറുപ്പക്കാരനാണ് ഡ്യൂട്ടിയിൽ. ആ ചെറുപ്പക്കാരൻ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന സമയത്ത് അയാൾക്ക് ഉസ്താദിനെ അറിയില്ല. അത് പാവം ചെറിയ കുട്ടിയാ, മുത്തഅല്ലിമ. ഈ മുത്തഅല്ലിം ഉസ്താദ് വന്ന് നിസ്കരിച്ചപ്പോൾ നോക്കിയിരുന്നു. ഉസ്താദ് ഇറങ്ങിയിട്ട് പള്ളി പൂട്ടാൻ. ഉസ്താദ് നിസ്കരിച്ചു, പിന്നെയും സുന്നത്ത് നിസ്കരിച്ചു. കുട്ടി ഇങ്ങനെ നോക്കിയിരുന്നു. ഉസ്താദ് നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം അവിടെ കിടക്കാനുള്ള പരിപാടി എന്ന് കണ്ടപ്പോൾ കുട്ടി പറഞ്ഞു ഇവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് പറഞ്ഞു ആയിക്കോട്ടെ മോനെ, ഞാനൊരു പായ എടുത്ത് പുറത്ത് കിടക്കാം, കണ്ണീര് വരും ഇത് കേട്ടാൽ. ആ കുട്ടി പറഞ്ഞു പള്ളിയിൽ നിന്ന് പായ എടുക്കാൻ പറ്റൂല. ഉസ്താദ് ആ പായ അവിടെ വെച്ചു, പുറത്തിറങ്ങി കുട്ടിയോട് പറഞ്ഞു മോൻ പള്ളി അടച്ചോ. കുട്ടി പള്ളി പൂട്ടിപ്പോയി. ആ ഹൗദിന്റെ കരയിൽ നനഞ്ഞ പ്രതലത്തിൽ തന്റെ തലയിൽ കെട്ടിയ ഓയിൽ മുണ്ട് നേരിയത് വിരിച്ചിട്ട് തന്റെ ബാഗിൽ നിന്ന് സ്വലാത്തിന്റെ ഏട് പുറത്തെടുത്ത് വെച്ച് ബഹുമാനപ്പെട്ടവർ ആ ബാഗ് തലക്ക് വെച്ച് കിടക്കുന്ന ഒരു രംഗമുണ്ട്. ആ ബാഗ് തലക്ക് വെച്ച് ഉസ്താദ് കിടന്നു. കുട്ടി നേരം വെളുക്കുമ്പോൾ പള്ളി തുറക്കാൻ വന്നു. പള്ളി തുറക്കാൻ വന്നപ്പോൾ ഉസ്താദ് തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്. ഹൗദിന്റെ കരയിൽ നനഞ്ഞ പ്രതലം ഏതാണ്ട് ഉണങ്ങി തുടങ്ങിയപ്പോൾ വീണ്ടും ഒതുണ്ടാക്കി നനഞ്ഞിട്ടുണ്ട്. പള്ളി തുറന്നു. ഉസ്താദ് പള്ളി കയറി സുന്നത്ത് നിസ്കരിച്ചു, ബാങ്ക് വിളിച്ചപ്പോൾ നാട്ടുകാരൊക്കെ നിസ്കരിക്കാൻ വന്നു. അതിൽ പ്രമുഖരൊക്കെ ഉണ്ട്. അവർ ഉസ്താദിന്റെ കൈ പിടിച്ച് മുത്തി, ചിലർ കെട്ടിപ്പിടിച്ചു. അപ്പൊ ഇതൊരു വലിയ മനുഷ്യനാന്ന് ഈ കുട്ടിക്ക് തോന്നി. കുട്ടി അവിടെ ഉള്ളവരോട് ചോദിച്ചു ഇതാരാ? ഇത് CH ഐദ്രോസ് മുസ്ലിയാരാ. അപ്പൊ കുട്ടി കേട്ടിട്ടുണ്ട് ആളെ. കുട്ടി ഉസ്താദിന്റെ മുമ്പിൽ ചെന്ന് കരഞ്ഞു. ഉസ്താദെ അറിയാതെ പറ്റിപ്പോയതാ, ഉസ്താദാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെ സൗകര്യം ചെയ്യും. ആ മഹാനായ മനുഷ്യൻ കുട്ടിന്റെ തലക്ക് ഇങ്ങനെ കൈവച്ചോത്രേ. ആ കുട്ടി ഞങ്ങളോട് പറഞ്ഞു, കൈ വെച്ചിട്ട് ഉസ്താദ് പറഞ്ഞു മോനെ എന്റെ കുട്ടിക്ക് അല്ലാഹു ഖൈർ നൽകട്ടെ. കാരണം ആരെങ്കിലും വന്ന് പള്ളിയിൽ നിന്ന് പായ ചോദിച്ചാൽ കൊടുക്കാൻ പാടില്ല, ആരെങ്കിലും വന്ന് പള്ളി കിടക്കാൻ ചോദിച്ചാൽ കിടത്താനും പാടില്ല. എന്റെ കുട്ടി ഡ്യൂട്ടി ശരിക്ക് ചെയ്തിട്ടുണ്ട്, നിനക്ക് അല്ലാഹു ഖൈർ തരട്ടെ. ഉസ്താദിന് പറയാമായിരുന്നില്ലേ ഞാൻ CH ഐദ്രോസ് മുസ്ലിയാരാണെന്ന്? പറഞ്ഞില്ലല്ലോ അദ്ദേഹം. അത് പറഞ്ഞിരുന്നുവെങ്കിൽ കുറ്റിപ്പുറത്തെ സമ്പന്നന്റെ വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ കിടത്തുമായിരുന്നു AC റൂമിൽ. പറഞ്ഞില്ല. ആ ഒരു തവാദു. ഇതാണ് അദ്ദേഹത്തിന്റെ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മർത്യത്തിൽ എഴുതിയത്,
فما كان في نعمى ولا في رفاهتي وراض من الدنيا ദുനിയാവിൽ നിന്ന് തൃപ്തിപ്പെട്ടു ബിഖദരിൽ കിഫായത്ത് ഈ ഒരു കിഫായത്തിന്റെ ഖദർ കൊണ്ട് فما كان في نعمى ولا في رفاهتي ഒരു റഫാഹത്തും ഒരു അന്തസ്സും അദ്ദേഹം ആഗ്രഹിച്ചില്ലെന്ന് മാത്രമല്ല ഹലീമുൻ സബൂറുൻ കാന ഐന തസവ്വുഫി അദീമുൽ മസീലി വൈറു ഖൈഫിൽ ഉമ്മത്തി ആ പറഞ്ഞ വാക്ക് നോക്ക് നിങ്ങൾ ഹലീമുൻ സബൂറുൻ കാന ഐന തസവ്വുഫി തസവ്വുഫിന്റെ ഐനായിരുന്നു സൂഫിസത്തിന്റെ ജീവനായിരുന്നു ആ മനുഷ്യന്റെ പ്രത്യേകത എന്താ അദ്ദേഹം അദീമുൽ മസീലാണ് തുല്യതയില്ലാത്ത മനുഷ്യനാണ് നമ്മളെ ഓരോ നേതാക്കളെ അനുസ്മരിക്കുമ്പോഴും ഓരോ നേതാക്കളെ കുറിച്ച് പഠിക്കുമ്പോഴും ആ മഹാന്മാരെ ജീവിതം വല്ലാത്ത പാഠമാണ് പടച്ച റബ്ബിനെ പേടിച്ച അള്ളാഹുവിനെ ഭയപ്പെട്ട നിങ്ങൾക്കറിയോ ഓക്കെ അർമിയ മുസ്ലിയാർ എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു നമ്മുടെ മുഷാവറ മെമ്പർ അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കുമാറാവട്ടെ കാലിന്റെ എല്ല് പൊട്ടിയിട്ട് കോഴിക്കോട്ട് ആശുപത്രിയിൽ കിടക്കുകയാണ് കാലിങ്ങനെ തലയിൽ വെച്ചിരിക്കുന്നു ഒന്ന് ഉറങ്ങിയപ്പോ കാല് തലയിൽ നിന്ന് തെറ്റിയപ്പോ കാല് മറിഞ്ഞു കമ്പിയിട്ട കാല് മറിഞ്ഞാൽ എങ്ങനെ വേദന വാവിട്ട് കരഞ്ഞുപോയി ഉറക്ക കരഞ്ഞുപോയി വേദന കൊണ്ട് വയസ്സായ മനുഷ്യനല്ലേ ഉറക്കൻ കരഞ്ഞപ്പോ കുട്ടികൾക്ക് ഓടി വന്നു എല്ലാവരും ഓടി വന്ന് നോക്കുമ്പോൾ ഉസ്താദ് കരയാ കാല് മറിഞ്ഞെടുക്കുക കാല് നിർത്തി ഒക്കെ ശരിയാക്കി ലെവലാക്കി വെച്ച് ഡോക്ടർക്ക് വന്ന് നോക്കി അപ്പൊ ഉസ്താദിനെ തോന്നി കരഞ്ഞത് കൂടിപ്പോയി എന്നിട്ട് പിന്നെ ഉസ്താദ് ചെയ്ത പണി എന്താ കൈ ഇങ്ങനെ പിടിച്ചിട്ട് കിടന്നിട്ട് ദ്വാരക്ക പടച്ചോനെ കരിയാണ് അദ്ദേഹം കരിയാണ് അല്ലാഹുവേ ദുന്യാവെന്ന് നീ എന്നെ എത്രയും വേദനിപ്പിച്ചോ ഇനി ഞാൻ കരയില്ല പരലോകത്ത് എന്റെ അടുത്ത് വരുമ്പോ എന്നെ വേദനയാക്കാതിരുന്നാ മതി പടച്ചോനെ ദുന്യാവെന്ന് ഈ എന്നെ എത്രയും വേദനിപ്പിച്ചോ ഇനി ഞാൻ കരയില്ല ഞാൻ എന്റെ അടുത്ത് പരലോകത്ത് വരുമ്പോ എന്നെ വേദനിപ്പിക്കാൻ ഞാൻ മതി ആ മനുഷ്യന്റെ തെക്കുവ നോക്ക് അങ്ങനത്തെ മനുഷ്യന്മാരാണ് നമ്മളെ നയിച്ചത് അവരെ പിന്നിൽ നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തെരുമാറാവട്ടെ അതാണ് കൂനുവുമായ സ്വാദിക്കുകയും നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട സമ്പത്തിന്റെ പിന്നാലെ പോണ്ട സൗകര്യത്തിന്റെ പിന്നാലെ പോണ്ട ആഡംബരത്തിന്റെ ആർഭാടത്തിന്റെ പിന്നാലെ പോണ്ട ഈ സുന്നി സന്ദേശം പോലുള്ള പത്രത്തിലൂടെ നമ്മളെ നേതാക്കളെ സ്വഭാവം പഠിക്കുക നമ്മളെ നേതാക്കളെ ചരിത്രം പഠിക്കുക നമ്മുടെ നേതാക്കളുടെ ഒളിഞ്ഞിരിക്കുന്ന ജീവിത സത്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരാനുള്ള ഒരു മീഡിയയാണ് മാധ്യമമാണിത് അതുകൊണ്ട് ഇത് വാങ്ങുക ഇത് പ്രോത്സാഹിപ്പിക്കുക ഇത് പഠിക്കുക അങ്ങനെ ദീനുള്ള ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ സമത്വക്കൊപ്പം നിൽക്കുക അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളെ പടച്ചറബ് വിജയിപ്പിക്കുമാറാവട്ടെ അല്ലാഹുവേ ഞങ്ങളുടെ നേതാക്കളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ ഞങ്ങളെ മരിച്ചുപോയ നേതാക്കൾക്കൊപ്പം സ്വർഗത്തിൽ ഞങ്ങൾ ഒന്നിപ്പിക്കണേ തമ്പുരാനെ